സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യൻ 4 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം, അള്ളാഹു സമ്പത്തും അറിവും ഒരുപോലെ കൊടുക്കുകയും അറിവോടുകൂടി അർഹതപ്പെട്ട രീതിയിൽ സമ്പത്ത് ചിലവഴിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ വിഭാഗം. സമ്പത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അറിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അറിവ് കൊണ്ട് ആർക്കാണ് സമ്പത്ത് കൊടുക്കേണ്ടത്, എവിടെയാണ് സ്വത്ത് വിനിയോഗിക്കേണ്ടത്, ആ ബോധത്തോടെ വിനിയോഗിക്കാനുള്ള കഴിവും അള്ളാഹു കൊടുത്തു, അതിനുള്ള അവസരവും അള്ളാഹു കൊടുത്തു. ഒന്നാമത്തെ വിഭാഗം അതാണ്. ഈ ഒന്നാമത്തെ വിഭാഗം നമ്മളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ഒന്നാമത്തെ വിഭാഗമാണ് അള്ളാഹുവിന് ഏറ്റവും അധികം സമ്പത്തിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെട്ട വിഭാഗം. ഈ ഒന്നാമത്തെ വിഭാഗം. ഈ ഭാഗത്ത് ഒരു സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് എന്തെങ്കിലും ഇതിലുള്ള സാധനം എടുത്ത് വെക്ക്. ആകെ 2 ബോക്സിലേ ഉള്ളൂ. 2 ബോക്സിന് തീരെ പോരാ. ഇത് നീക്കിയാൽ ഇന്ന് ഈ സൈഡ് കിട്ടൂല. ഇത് നീക്കണ്ട, ഇത് നീക്കിയാൽ ഈ സൈഡ് കിട്ടൂല. അത് ശരാൻ ഒരുപോലെ കൊടുത്ത വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം. സ്വത്ത് മാത്രമല്ല, ഒരുപാട് വസ്തുവുണ്ട്, ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് പുരയിടങ്ങളുണ്ട്, ശരിക്ക് എപ്പോഴും പോക്കറ്റിൽ നിറച്ച് കാശുണ്ട്. അതോടുകൂടി തന്നെ അള്ളാഹു അതെങ്ങനെ വിനിയോഗിക്കണമെന്ന അറിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വാസ് വേണം കേട്ടോ, കുറച്ച് വെച്ചാൽ തീരെ കുറച്ച് അപ്പോൾ മാത്രം അതും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം, അപ്പൊ ഈ ഒന്നാമത് പറഞ്ഞ വിഭാഗമാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, സമ്പത്ത് അള്ളാഹു പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് സ്വത്തൊന്നും അള്ളാഹു കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാം. നേരത്തെ വെച്ചിരുന്ന പോലെ വെച്ചിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ടേ. വീണ്ടും മുഴക്കോ. സമ്പത്ത് അള്ളാഹു പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് രണ്ടാമത്തെ വിഭാഗം. ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഹുസൈൻ ബാദരി ഉൾപ്പെടുത്താൻ തോന്നും. ഹുസൈൻ ബാദരി 10 കൊല്ലം കൂടെ ഈ പള്ളി ഇരുന്ന ഇൻഷാ അല്ലാഹ് സമ്പത്തൊക്കെ ഉണ്ടായിക്കൊള്ളു. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സമ്പത്ത് ഇപ്പോൾ എന്നെ ഹുസൈൻ ബാദരിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അഭിമാനത്തോടു കൂടി പറയാണ്, മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തികം അല്ലാഹു തന്നിട്ടുണ്ട്. ഉണ്ട് അൽഹംദുലില്ലാ. ഇതിന്റെ ജ്യേഷ്ഠനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്നെയും വലിയ ഇഷ്ടമാണ്. ഞാൻ പ്രഭാഷണത്തിന്റെ അവസാനം പണ്ട് ബൈത്ത് പാടി സലാത്തിൽ വരുന്നത്, അന്ന് ശരിക്കും മുറുക്കാൻ ചവയ്ക്കണ ആളാണ്. ഇങ്ങനെ ചവച്ച് ഇങ്ങനെ ഒരു വല്ലാത്തൊരു തലയെക്കെട്ട കെട്ടി ഇങ്ങനെ ആടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ ആ ഉസ്താദിന് വല്ലാത്ത മനസ്സിൻ്റെ അകത്ത് വല്ലാത്തൊരു താല്പര്യമാണ്. പക്ഷേ നമ്മുടെ സാധാരണ ചില പള്ളികളിലൊക്കെയുള്ള 2000-ഉം 3000-ഉം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗങ്ങളുമില്ലാതെ 1-ാം തീയതി ശമ്പളം കിട്ടണമെങ്കിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി, പ്രസിഡന്റ് ചന്തയിൽ നിന്ന് വരുന്നത് വരെ, സെക്രട്ടറി കമ്പോളത്തിൽ നിന്ന് വരുന്നത് വരെ അവിടെ പോയി കാത്തിരുന്ന ശമ്പളം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഒന്നിനും തികയാത്തൊരവസ്ഥയിലേക്ക് എത്തുമെങ്കിലും അള്ളാഹു അതിലൊക്കെ കൊടുത്ത ബറക്കത്ത് കൊണ്ടാണ് പാവപ്പെട്ട ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും അള്ളാഹുവിന്റെ പള്ളികളിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പണം ചെലവഴിക്കണമെന്ന അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പണം അള്ളാഹു കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്കൊരാഗ്രഹമുണ്ട്, അള്ളാഹുവേ എനിക്കും നീ പണം തന്നിരുന്നെങ്കിൽ EMS സംഘടിപ്പിക്കുന്ന സാധുക്കളായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി 10,000-ഉം 50,000 രൂപ പറയുമ്പോൾ
അവരെ കാണുമ്പോ മനസ്സിന്റെ അകത്ത് വല്ലാത്ത കൊതി തോന്നുകയാണ്. അല്ലാഹു, എനിക്കും നീ സ്വത്ത് തന്നിരുന്നെങ്കിൽ അവര് കൊടുക്കുന്ന പോലെ 10 പവനും 5 പവനും കൊടുക്കാൻ എനിക്കും കൊതിയുണ്ടായിരുന്നു തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിന്റെ അകത്തൊരു സങ്കടം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ആഗ്രഹമുണ്ട്, പക്ഷെ സമ്പത്തില്ല. മനസ്സറിഞ്ഞ ആഗ്രഹമാണ്. സമ്പത്തില്ലാത്ത എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കും, എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ പള്ളിക്ക് ഒരു ഔള് കെട്ടിക്കൊടുത്തന്നെ. കിട്ടുമ്പോ അറിയാം, തിരിഞ്ഞിക്കത്തില്ല അവർ. കിട്ടുമ്പോ പിന്നെ വാപ്പയാന്നറിയില്ല, ഉമ്മയാന്നറിയില്ല. കൂട്ടുകാരൻ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ പറയും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് പിന്നെ മുഖത്തോട് മുഖം നോക്കാൻ നേരം കിട്ടും. കാരണം പോക്കറ്റ് പൊങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹം, എനിക്ക് അല്ലാഹു സ്വത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്ന ഉറച്ച ഒരു ചിന്ത മനസ്സിലുള്ളവരാണ് രണ്ടാമത്തെ. ഈ രണ്ടാമത്തെ വിഭാഗത്തെ അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ വിഭാഗത്തിന്റെ കൂടെയാണ്. ഏറ്റവും ശ്രേഷ്ഠവാന്മാരുടെ കൂട്ടത്തിലാണ്. മൂന്നാമത്തെ വിഭാഗമോ അല്ലാഹു അറിവ് കൊടുത്തിട്ടില്ല, സമ്പത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എവിടെ അങ്ങനെ ചിലവഴിക്കണമെന്നറിയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ ഒരു കച്ചവടം നടന്നു. പെട്ടെന്നൊന്ന് ഗൾഫിൽ പോയി മടങ്ങി വന്ന് ധാരാളം കാശുണ്ടായി. പിന്നെ ഓച്ചിറയുടെ മുന്നിൽ വില കൂടിയ വാഹനത്തിന്റെ അകത്ത് AC ഓടാക്കി ഗ്ലാസ് ഇട്ടുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാതെ പോകുമ്പോ ഒരുപാട് പണമുണ്ട്, പക്ഷേ അതെങ്ങനെ ചിലവഴിക്കണമെന്ന് അവനറിയില്ല. ഒരുപാട് സ്വത്തുണ്ട്, എങ്ങനെ ചിലവഴിക്കണമെന്ന് അവനറിയില്ല. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇവനിങ്ങനെ കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും, കൂട്ടുകാർ പറയടാ നമുക്കൊരു പടത്തിന് പോയാലോ കരുനാഗപ്പള്ളിയിൽ, ശരി എന്നാ വണ്ടി ഇടന്നും പറഞ്ഞ് അവന്റെ ചെലവിൽ തന്നെ പോകുന്നു. ഒരു വീട് പിന്നെ ഒരു വീട് പാല് കാച്ചില്ലെന്ന് രാത്രി ടെറസിന്റെ മുകളിൽ കയറി കുപ്പിയെടുക്കുന്നു, കുടിക്കുന്നു. എല്ലാം ഇവന്റെ ചെലവില. പണമല്ല ശരിക്കു കൊടുത്തിട്ടുണ്ട്, എന്തിന് ചിലവഴിക്കണം എന്ന് ഇവൻ അറിയില്ല. ഇവനെ അല്ലാഹു ഏറ്റവും അധികം വെറുക്കുന്നതാണ്. നാലാമത്തെ വിഭാഗമാരാണ്? അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല, അല്ലാഹു അറിവും കൊടുത്തിട്ടില്ല. അറിവുമില്ല, സ്വത്തുമില്ല, പക്ഷെ അവന്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്നറിയോ? പണം കിട്ടിയിരുന്നെങ്കിൽ അവനെ പോലെ 5-6 പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കായംകുളത്ത് റൂമൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കാൻ. അവന്റെ ആഗ്രഹം അതാ. അവന് വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല, എന്നാലും കാശുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊന്നെടുത്ത് മറിക്കായിരുന്നു. അടിപൊളിയായിട്ട് 2-3 പെണ്ണൊക്കെ കെട്ടി ഒരു വലിയ വള്ളിയൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് നടക്കാമായിരുന്നു എന്നൊരു ചിന്തയാണ് അവനുള്ളത്. മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു വെറുക്കുന്നത് പോലെ നാലാമത്തെ വിഭാഗത്തെയും അല്ലാഹു ഇതുപോലെ വെറുക്കുന്നതാണ്. ഇതിലൊന്നെങ്കിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടണം. സമ്പത്ത് അല്ലാഹു തരണം, അറിവും അല്ലാഹു തരണം. എവിടേക്കാണ് ചിലവഴിക്കേണ്ടതെന്ന ബോധം നമുക്ക് വേണം, അതിനുള്ള സ്വത്ത് നമുക്ക് വേണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട എത്തിയൻകുട്ടിയുടെ കല്യാണം, ശരി എന്റെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ട്, ബിസ്മില്ല എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ, ആരെയും കാണിക്കാനും പേരിനും പെരുമയ്ക്കുമല്ല, നിറഞ്ഞ മനസ്സോടെ എടുത്തു കൊടുക്കാൻ അവന് തോന്നണം. അതിന് അറിവ് വേണം, സ്വത്തും വേണം. ഒന്നെങ്കിൽ ഈ വിഭാഗത്തിൽ പെടണം. ആ വിഭാഗത്തിൽ പെടാൻ നിങ്ങൾ ആരും സമ്മതിക്കൂല. കാരണം നിങ്ങൾ ഇപ്പോഴും പറയുന്നത് നമുക്കൊക്കെ എന്ത് കാശാ ഉസ്താദേ, കാശൊക്കെ ഷാനവാസിനല്ലേ. കാരണം എന്താ? അവന്റെ കയ്യിൽ കിടക്കുന്നത് റാഡോടെ വാച്ച. 20 രൂപയ്ക്കുള്ളതാണോ 20,000 രൂപയ്ക്കുള്ളതാണോ എന്ന് അല്ലാഹു അറിയാം. 20 രൂപ കൊടുത്താലും ഭീമാപ്പള്ളി പോയാൽ കിട്ടും റാഡോടെ വാച്ച്. സ്വർണം തന്നെയാണ്, ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പറയും, നമ്മൾ ആരും പണക്കാരില്ല എന്ന് പറയുള്ളൂ. എത്ര കാശുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് എന്താ? ഞാനൊരു പാവപ്പെട്ടവന്, പിന്നെ ഞാൻ 10-100 വല്ലപ്പോഴും പള്ളിയിൽ കൊടുക്കുന്നു എന്നതല്ലാതെ എനിക്ക് കാശില്ല എന്നാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടൂല. ഉൾപ്പെട്ടാലും നമ്മൾ അതിലല്ല എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും പെടണം. അല്ലാഹു പടച്ച തമ്പുരാൻ സ്വത്ത് കൊടുത്തിട്ടില്ല, അറിവ് മാത്രമാണ് കൊടുത്തത്. എവിടെയാണ് പണം ചെലവഴിക്കേണ്ടതെന്നവനറിയാം, ആർക്കാണ് പണം കൊടുക്കേണ്ടതെന്നവനറിയാം, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്നവനറിയാം. അതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊണ്ട് വേണം നമുക്ക് പിരിയാൻ. നിങ്ങൾക്കറിയുമല്ലോ അല്ലാഹുവിന്റെ പരലോകം, ഭൗതികമായ ലോകത്ത് മനുഷ്യന് വേണ്ടി അല്ലാഹു പടച്ച തമ്പുരാൻ എല്ലാവിധ ചോദ്യങ്ങളും നടത്തപ്പെടുന്ന ആഖിറലോകമുണ്ടല്ലോ. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ചലിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. ഒരു കാൽപ്പാറം പോലും മുമ്പോട്ട് ചലിപ്പിക്കാൻ കഴിയാതെ
പടച്ചറബിന്റെ കോടതി കിടന്ന് വല്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ തസൂലു ഖദമാ ഇബ്നു അബ്ദി, ഒരു അടിമയുടെ കാൽപാദം അല്ലാഹു ചലിപ്പിക്കുകയില്ല ഹത്താ യുസ്അല അൻ അർബഇ, 4 കാര്യങ്ങളെ കുറിച്ച് അവനോട് ചോദിക്കുന്നത് വരെ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് വരെ. എന്റെ എംഎസിന്റെ പരിപാടിക്ക് വേണ്ടി നിറഞ്ഞു കവിഞ്ഞ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നമ്മുടെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല. 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നത് വരെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ കഴിയില്ല. ഒന്ന്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. എന്തിനാണ് ആരോഗ്യം ചെലവഴിച്ചത്? യുവാക്കളായ നിങ്ങളോടാണ് അത് ചോദ്യം. വയസ്സായവർ വിചാരിക്കും നമ്മളോട് അങ്ങനെ ചോദിക്കില്ല, നമുക്ക് ആരോഗ്യം ഇല്ലല്ലോ. ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ആയപ്പോ. ഇന്ന് പള്ളിയിൽ പോണ ചെറുപ്പക്കാരെ നിങ്ങൾ ചേരി തിരിച്ചുകൊണ്ട് കളിയാക്കുമെങ്കിൽ വയസ്സാകുമ്പോൾ എന്തെങ്കിലും ജോലി വേണ്ടേ? പള്ളിയിൽ നടയിൽ വന്നിരുന്നുകൊണ്ട് മുറുക്കാനും നിന്നുകൊണ്ട് മറ്റവൻ ആ പാർട്ടിയില്ല, ഇവൻ ഈ പാർട്ടിയില്ല, അതുകൊണ്ട് അവൻ പള്ളിയിൽ കയറി എന്ന് പറഞ്ഞ് കളിയാക്കും. പണ്ട് ഉപ്പാപ്പ ഒരു പള്ളിയില്ലായിരുന്നു, തിരിഞ്ഞു നോക്കാതെ പോണ പെണ്ണിന്റെ വെക്കുന്ന ഓട്ട വിളിച്ചു പോയി നോക്കി ഉപ്പാപ്പ. എന്നാലും ഇന്നിപ്പോ ചെറുപ്പക്കാരെ കണ്ടുകൂടാതാ. അള്ളാഹു ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള പവർ അള്ളാഹു കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മളില്ല, രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടണം. ആരോഗ്യം എന്തിനാണ് നീ ചെലവഴിച്ചതെന്നുള്ള ചോദിക്കും. എന്തിനെന്ന് മറുപടി പറയും. വിദേശ രാജ്യത്ത് 6ഉം 7ഉം 10ഉം 15ഉം 20ഉം കൊല്ലം പോയി കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ തലേ ദിവസം ഒന്നുകൊടുത്തൊരു പള്ളിയിൽ കയറിയിരിക്കലുണ്ട്. എന്നിട്ടൊരു ദുആ, അല്ലാഹുവേ തിരിച്ചു പോവാണ്, എല്ലാം കൂടെ കത്തിക്കരിഞ്ഞ് ബാഗും പെട്ടിയും കൂടെ ഒന്ന് പോവല്ലേ റബ്ബേ കാത്തോളനെ തുമ്പുരാൻ. അതുപോലെ അവിടെ നിന്നപ്പോൾ അവന് പടച്ചോനും വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. പിന്നെ ദുബായി പോണവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെന്ന ഉടനെ ഒരു ഭയങ്കര ദുആയ. എന്തിനാണെന്നറിയോ? ലൈസൻസ് കിട്ടാൻ വേണ്ടി. അല്ലോ തരണേ, അല്ലോ കിട്ടിപ്പോയാലോ പ്രശ്ന. കരഞ്ഞ് കരഞ്ഞ് നെഞ്ചത്തടിച്ചുള്ള നിലവിളി. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, എനിക്കറിയാടെ നമ്മൾ ഓച്ചറൊക്കെ ഫ്രീ എന്ന് പറഞ്ഞു പോണാണല്ലേ, പിന്നെന്താ എനിക്ക് കിട്ടാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇതുവരെ അവന്റെ നാവ് മുങ്ങിയിട്ടില്ല. കിട്ടിയപ്പോ പിന്നെ അറിയാതെ പോകും. ഇന്നൊരു സഹോദരൻ പറഞ്ഞതാ, സാറേ ഉടനെ പോവാണ്, ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണ കാര്യം മറക്കല്ലേ എന്ന് കണ്ണുനീരോടെ പറഞ്ഞു. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ആരോഗ്യത്തെ കുറിച്ച് എന്തിന് ചെലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. ആയുസ് നിനക്ക് അല്ലാഹു തന്നു. 12 വയസ്സുകാരൻ മരണപ്പെടുമ്പോ, 16 വയസ്സുകാര് മരണപ്പെടുമ്പോ, 20ഉം 22ഉം വയസ്സുള്ളവര് മരണപ്പെടുമ്പോ, 60ഉം 70ഉം പ്രായം വരെ ജീവിച്ചിരിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരുണ്യവാനായ പടച്ചതമ്പുരാനോട് എങ്ങനെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും? നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ, ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാൻ കഴിയും? 16 വയസ്സ് മാത്രമുള്ള ഒരു സഹോദരൻ തിരുവനന്തപുരം ജില്ലയുടെ കല്ലറയ്ക്കടുത്ത് ഇനി ഒരു 10-20 ദിവസത്തിനകത്ത് മരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ കൊടുത്ത മാരകമായ രോഗം, ക്യാൻസറും വൃക്ക തകരാറും ഒരുപോലെ ആ പ്രിയപ്പെട്ട 16കാരന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി പോയപ്പോ, ആ പ്രിയപ്പെട്ട സഹോദരൻ കയ്യിൽ തസ്ബീഹും കിടക്കുന്ന കട്ടിലിന്റെ തലയിണയുടെ ഭാഗത്തെ ചെറിയ ഖുർആനും എടുത്തു വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അസ്റായിലിനെ കാത്തിരിക്കുമ്പോ, 16 വയസ്സുകാരായ നമ്മുടെ നാട്ടിലെ മക്കള് കാണിക്കുന്ന അള്ളാഹുവിനോടുള്ള പൊരുത്തക്കേടിന്റെ കണക്കെഴുതി തീർക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. ചിന്തിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. എങ്ങനെ നിന്റെ ആയുസ് ചെലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു പടച്ചതമ്പുരാൻ അതിനൊക്കെ നിന്റെ ഇൽമ് എങ്ങനെ ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു, നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു, ഇതിലൊക്കെ ഒരേ ഒറ്റ ചോദ്യമേ ഉള്ളൂ: എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു. 4ാമത്തെ വിഷയത്തിൽ മാത്രം 2 ചോദ്യമാണ്. 4ാമത്തെ വിഷയത്തിൽ മാത്രം 2 ചോദ്യം. വാൻ മഹലിഹി
അവൻ അല്ലാഹു കൊടുത്ത സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ എവിടെ നിന്നാണത് സമ്പാദിച്ചത്, എന്തിനാണത് ചെലവഴിച്ചത് എന്ന രണ്ട് ചോദ്യമാണ് അല്ലാഹു പടച്ചതമ്പുരാ ചോദിക്കുന്നത്. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എന്തിനാണ് ചെലവഴിച്ചത്, രണ്ട് ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം എവിടെ നിന്ന് സമ്പാദിച്ചു. അങ്ങനെ ഒരു ചോദ്യം അല്ല ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വസ്തു കച്ചവടത്തിൽ നമ്മൾ പാര വെക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും. നേരം വെളുക്കുമ്പോ തന്നെ ഇന്ന് ആരെ കഴുത്തറക്കാം എന്ന് പറഞ്ഞാണ് കണ്ണു തുറക്കാം. കച്ചവടം ത്രാസിനടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 5 കിലോ ആപ്പിൾ തൂക്കുമ്പോ 4.25 കിലോയെ താത്താക്ക് കിട്ടുള്ളൂ. എന്നാലും താത്ത പറയും, ഓ സ്കൂറിന്റെ കടയിൽ എന്തിനും 25 രൂപ കുറവാ. 50 രൂപയുടെ സാധനം എടുത്തിട്ട് 25 രൂപ കുറയ്ക്കണേൽ ഇപ്പൊ എന്ത് വിഷയം. അപ്പോ ഇതുപോലെ ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് വീട് വെച്ചവരുണ്ട്, മക്കളെ കെട്ടിച്ചവരുണ്ട്. അല്ലാഹു അത്തരം വിഭാഗത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ധാരാളം വഴികളുണ്ട് പടച്ചറബിന്റെ കോടതിയിൽ രണ്ട് ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ. എന്റെ പോക്കറ്റിലിരിക്കുന്ന 100 രൂപയുടെ ഉത്തരവാദിയാണ് ഞാനും നിങ്ങളും. അല്ലാഹുവോട് സമാധാനം പറയണം. എവിടെ നിന്നാണ് നീ പണം ചിലവഴിച്ചത്, അത് നീ എവിടെയാണ് ചിലവഴിച്ചത്, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, രണ്ട് ചോദ്യമാണ്. ഒന്ന്, എവിടെ നിന്ന് സമ്പാദിച്ചു. ഏറ്റവും അധികം എല്ലാ സഹോദരങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ശരീരം അനങ്ങാതെ പണിയെടുക്കലാണ്. വലിയ ജോലിയൊന്നും ഉണ്ടാവരുത്. മുമ്പൊരു അച്ഛൻ തന്റെ മകനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഭക്ഷണം തരണമെങ്കിൽ എല്ലാ ദിവസവും 1 രൂപ വെച്ച് എന്റെ കയ്യിൽ കൊണ്ട് തരണം, എന്നാലും വീട്ടിൽ നിന്ന് ചോറ് തരുള്ളൂ. കാരണം അച്ഛൻ നോക്കുമ്പോ മോൻ വഷളായി വരികയാണ്. നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയാണല്ലോ, വാപ്പാടെ റബ്ബർ സീറ്റ് ഉമ്മാരെ ഒട്ടുപാലും ഉണ്ടെങ്കിൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കള്ളു കുടിക്കാം, പടത്തിന് പോവാം, നാട്ടിലെ ഏറ്റവും വലിയ വില കൂടിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തേച്ചു മിനിക്ക് സുന്ദരക്കുട്ടനായി നടക്കാം. ഈ അച്ഛൻ പറഞ്ഞു, മോനെ എല്ലാ ദിവസവും വൈകുന്നേരം 1 രൂപ എന്റെ കയ്യിൽ തന്നെങ്കിലേ നാളെ വൈകുന്നേരം വരെയുള്ള ഭക്ഷണം നിനക്ക് തരുള്ളൂ. വീട്ടിൽ കിടക്കാനും പറ്റുള്ളൂ. കൊച്ചുകുട്ടി അവൻ പേടിച്ചു പോയി. ഒന്നാമത്തെ ദിവസം അവൻ നേരെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്നു. അമ്മൂമ്മേ സുഖമാണോ എന്ന് പറഞ്ഞ് 2 പാക്കുമ്പറ്റൊക്കെ ഇടിച്ചു കൊടുത്ത് അമ്മൂമ്മായി സോപ്പിട്ട് മുതുവൊക്കെ തടവി കൊടുത്തിട്ട് പറഞ്ഞു, 1 രൂപ എനിക്ക് തരണം കേട്ടോ. അങ്ങനെ അമ്മൂമ്മ 1 രൂപ കൊടുത്തു. അതുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, 1 രൂപ കിട്ടിയോ? കിട്ടി. എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും അച്ഛൻ ചോദിച്ചില്ല. അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞു, അവൻ കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു, അത് കൊണ്ടുപോയി കിണറ്റിലിടാൻ പറഞ്ഞു. അതുകൊണ്ടുപോയി കിണറ്റിലിടാൻ പറഞ്ഞു. മോൻ ചോദിച്ചു, അതെന്തിനാ? അച്ഛൻ പറഞ്ഞു, അത് കുറച്ച് കഴിയുമ്പോൾ പൊടിച്ച് കയറി വരും. അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് തൊട്ടിയിട്ട് കിണറ്റിന്ന് പൈസ ഇങ്ങനെ കോരിയെടുക്കാന്ന്. അങ്ങനെ മകൻ 1 രൂപ കൊണ്ട് കിണറ്റിയിട്ടു. 2ാമത്തെ ദിവസം 1 രൂപ വേണമല്ലോ. അമ്മമ്മയ്ക്ക് പോയി പാക്കുമറ്റ ഇടിച്ചു കൊടുത്തപ്പോ അമ്മമ്മ പറഞ്ഞു, ഇന്ന് മോൻ പാക്കുമറ്റ ഇടിക്കണ്ട, എനിക്കറിയാം എന്തിനാ ഇടിക്കണേന്ന്, 1 രൂപ വാങ്ങാനല്ലേ. അമ്മമ്മക്ക് ഇനി തരാനില്ല. നേരെ അപ്പൂപ്പന്റെ അടുത്ത് പോയി കാലൊക്കെ തടവി കൊടുത്ത, അപ്പൂപ്പോ ഇരിക്കാറായല്ലോ വേണോ എന്നൊക്കെ ചോദിച്ച് അപ്പൂപ്പന്റെ വൈകുന്നേരം ആ 1 രൂപ വാങ്ങിച്ചു. നേരെ ആ 1 രൂപയും കൊണ്ട് അച്ഛന്റെ അടുത്ത് ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, കിണറ്റിക്കൊണ്ടിടാം. പറയുന്നതിനേക്കാൾ വേഗത്തിൽ അതുകൊണ്ട് കിണറ്റിക്കൊണ്ടിട്ടു. 3ാമത്തെ ദിവസം അടുത്ത ബന്ധുവിന്റെ അടുത്ത് പോയി, കൂട്ടുകാരെടുത്തു പോയി, സുഹൃത്തുക്കളെടുത്ത് പോയി. അങ്ങനെ പോയി ഓരോ രൂപ വാങ്ങിക്കൊണ്ടുവന്ന് അവസാനം ആരും കാശ് കൊടുക്കാത്തൊരു ദിവസം വന്നു. എല്ലാരും ഓട്ടിച്ചവനെ വരവ് കാണുമ്പോഴേ അറിയാം പൈസക്കാന്ന്. അങ്ങനെ ആരും കാശ് കൊടുത്തില്ല. അവസാനം അവൻ എന്ത് ചെയ്തു? റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ കാത്തിരുന്നു, ഏതെങ്കിലും കാശുകാർ വന്നിറങ്ങുമ്പോൾ ചോദിക്കാം. ആരും വെറുതെ കാശ് കൊടുക്കൂല. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് 1 രൂപ തരണം. അയാൾ പറഞ്ഞു, എന്റെ ഈ പെട്ടിയും സാധനങ്ങളും ചുമന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് തന്നാൽ നിനക്ക് 1 രൂപ തരാം. എന്തായാലും വൈകുന്നേരമായി വീട്ടിൽ പോകണമെങ്കിൽ പൈസ വേണം. അത് ചുമന്ന് തലയിൽ വെച്ച് വിയർപ്പൊഴിക്ക് നടന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീട്ടിലേക്ക് ചെന്നു. 1 രൂപ കിട്ടി. ഓടി അച്ഛന്റെ അടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞു, ആ പൈസ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പട്ടിണി കിട്ടുന്ന കൊന്നാലും ഈ പൈസ ഞാൻ കിണറ്റിൽ കൊണ്ടിടൂല, കാരണം ഇത് ഞാൻ അധ്വാനിച്ച പൈസയാണ്. ഇങ്ങനെ പറയാൻ ഒരു 10 രൂപ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ പോക്കറ്റിലുണ്ടോ? ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുക്കാൻ, വാപ്പാക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, കൂട്ടുകാർക്ക് കൊടുക്കാൻ, പാവപ്പെട്ട യതീമക്കളുടെ കല്യാണത്തിന് കൊടുക്കാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസയാ.
എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കാശുണ്ടല്ലോ, ആ കാശിന് അല്ലാഹുവിന്റെ മുമ്പ് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു അങ്ങനെ സമ്പാദിക്കാനും കഷ്ടപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടാണ് പലിശ വളർന്നത്. കഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ചെറുപ്പക്കാരാണ് പലിശയെ വളർത്തിക്കൊണ്ടുവന്നത്. പലിശ ഇന്ന് വളരെ സജീവമാണ്. വടക്കു ഭാഗത്തൊക്കെ ചെന്നാല് ഉമ്മമാര് ഏറ്റവും നല്ല പലിശക്കാരാണ്. എന്തെങ്കിലും പൈസ കെട്ടി വെച്ചിരിക്കും. 50,000 രൂപ വരെ മുന്തിക്കെട്ടടിച്ചാൽ ഉമ്മാമാടെ മുന്തിന്ന് കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഉമ്മാമാടെ മുന്തിക്കെട്ടടിച്ചാൽ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക മാത്രമേ കിട്ടുള്ളൂ. ആ ഗുളിക ബ്ലാക്കിൽ വിറ്റാൽ ചിലപ്പോൾ 1,00,000 രൂപ കിട്ടും. അത്ര കിട്ടുള്ളൂ. സ്ത്രീകള് പോലും ഏറ്റവും അധികം പലിശ കൊടുക്കുന്നവരായി മാറി. നമ്മുടെ നാട്ടിൽ നിന്ന് പലിശയുമായി ബന്ധപ്പെടാത്തവരാരാ ഉള്ളത്? ഒരു കച്ചവടം നടത്തി നല്ലതുപോലെ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറയും, ഇക്ക ഇങ്ങനെ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് ഒരു മാസം ഒരു 25,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു മാസം 1,00,000 രൂപ ലാഭം കിട്ടുന്ന രീതിയിലാക്കിയാലോ. അതിന് കാശ് വേണ്ടേ? 10,00,000 രൂപ പലിശക്ക് എടുക്കണം. ഒരാവശ്യമില്ല അവനെടുക്കാൻ. ഇപ്പൊ തന്നെ മാന്യമായ രീതിയിൽ സാമ്പത്തികമുണ്ട്. എന്നാലും നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരന്റെ മുമ്പ് പോയിട്ട് 10,00,000 രൂപ ബ്ലൈഡിന് പകരമായി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കച്ചവടം തുടങ്ങുമ്പോ ഇന്നല്ലാഹ യുർബി സ്വദഖാ വയുമികുല്ലാഹു റിബാ വയുർബി സ്വദഖാ. അല്ലാഹു പടച്ച തമ്പുരാൻ ഹറാമായ രീതിയിലൂടെ പലിശ കൊണ്ടാര് കച്ചവടം തുടങ്ങുന്നുവോ, പലിശയുമായി ബന്ധപ്പെട്ട ആരൊക്കെ ലോകത്ത് എത്ര വെട്ടിപ്പിടിക്കാമെന്ന് തീരുമാനിക്കുന്നുവോ അവരെ അല്ലാഹു നശിപ്പിക്കുന്നതാ, അവരെ അല്ലാഹു തകർക്കുന്നതാ. വയുർബി സ്വദഖാ. കിട്ടുന്നത് 10 രൂപയാണ് ലാഭമുള്ളതെങ്കിൽ ആ 10 രൂപ സ്വതക്ക കൊടുക്കുന്നവന് അല്ലാഹുവിന്റെ കച്ചവടത്തിന് വളർച്ച കൊടുക്കുന്നതാ. അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ച കൊടുക്കുന്നതാ. എല്ലാ നിലയിലും അല്ലാഹു ഉന്നതമായ പദവികളിലേക്ക് അവരെ എത്തിക്കുന്നതാ. അതുകൊണ്ട് പെട്ടെന്നൊരു പലിശയിലേക്ക് നമ്മൾ എടുത്ത് ചാടരുത്. പിന്നെ കച്ചവടത്തിലൂടെ ചതിയും വഞ്ചനയും. ഏറ്റവും അധികം ഇന്ന് കച്ചവടം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണല്ലോ ഇന്നത്തെ കച്ചവടം. അള്ളാന്റെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാര് വരെ 3,000-4,000 രൂപ ശമ്പളം വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും, നിങ്ങൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിക്കൂടെ? ഉടനെ മുസ്ലിയാർ പറയും, അതെന്തോടി ബിസിനസ്? എന്റെ പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ പറയട്ടെ, ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്തറിന്റെ മണം ഉണ്ടല്ലോ, ഇപ്പോഴും എന്റെ മൂക്കിന്ന് പോയിട്ടില്ല. പക്ഷെ ആ മണം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയുടെ 3,000 രൂപ കൊണ്ടിരുന്ന കാര്യം നടക്കൂല. നമുക്ക് പായലേ വിടാ, പൂപ്പലേ വിടാ, പെയിന്റ് അടിക്കണ്ടേ, മോളെ കെട്ടിക്കണ്ടേ. അപ്പുറത്തെ സൈനബാര മോക്ക് കൊടുത്തത് 101 പവന. എനിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അത് കൊടുക്കണം. നിങ്ങൾക്ക് റിയൽ തുടങ്ങിക്കൂടെ? ഭാര്യ അത് പറയുമ്പോ പാവപ്പെട്ട മുസ്ലിയാർ വിചാരിക്കും, ശരിയാ, ഒരു കച്ചവടം നടന്നാൽ കിട്ടുന്ന ലാഭം എത്ര? 10, 15, 20, 30 ലക്ഷം. ഇതൊക്കെ താത്ത കണക്ക് കൂട്ടി വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു. മുസ്ലിയാർ അങ്ങനെ വലിയ തകടും കൂടെ കൊണ്ട് 1 ഏക്കർ പേരിടത്തി കൊണ്ട് കുഴിച്ചിട്ട് മുതലാളിയെ കമത്തി ഫസ്റ്റ് കച്ചവടം അങ്ങ് നടത്തി. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയതല്ല. അവർക്കും വേണ്ടേ പ്രിയപ്പെട്ടവരെ നല്ലൊരു ജീവിതം, മഴ പെയ്താൽ വെള്ളമകത്ത് വീഴാത്ത നല്ലൊരു വീട് അവർക്ക് വേണ്ടേ. ഇവിടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾക്കും കൊണ്ടുപോകണ്ടേ നല്ലൊരു ബാഗ്, അവർക്കും ധരിക്കണ്ടേ നല്ലൊരു വസ്ത്രം. അല്ലാഹു നമ്മുടെ നാട്ടിലുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു സാമ്പത്തിക ഭദ്രത കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലയിലുള്ള വളർച്ചയും ഉയർച്ചയും കാരുണ്യവാനാര പടച്ച തമ്പുരാൻ കൊടുത്ത് പാവപ്പെട്ട ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ, മദ്രസയിൽ ജോലി ചെയ്യുന്ന സാധുക്കളാര പണ്ഡിതന്മാരെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാ. അങ്ങനെ ആ കച്ചവടത്തിൽ പെട്ടെന്ന് തന്നെ കള്ളങ്ങൾ പറയുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു, പരസ്പരം ആരോടും മൈൻഡ് ചെയ്യാതെ, മാനുഷികമായ ഒരു പരിഗണനയുമില്ലാതെ, ആരെയും പരിഗണിക്കാതെ
ഫസാദ് പറയാൻ, കള്ളം പറയാൻ, ഈബത്ത് പറയാൻ, അള്ളാണ് ഉമ്മാണ് ഇവിടെ നിന്നാണ് അതിര് തുടങ്ങുന്നത്, വാപ്പാണ് കബറിനാണ്, ഞാനിത് ഇത്ര രൂപയ്ക്ക് വാങ്ങിയതാ എന്നൊക്കെ പറഞ്ഞ് കള്ളം നിരത്തിയിട്ട് കച്ചവടം ചെയ്യാനുള്ള മാനസികമായ തയ്യാറെടുപ്പ്. പണം കിട്ടുമ്പോൾ അറിയാതെ കള്ളം പറഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നുള്ള ചോദിക്കുമ്പോ ഏറ്റവും അധികം ഇന്ന് ലാഭമുള്ള ബിസിനസ് കഞ്ചാവ് കച്ചവടമാണ്. അതിപ്പോ നിങ്ങളോട് പറയണ്ട, നിങ്ങൾ ആരും അതിൽ ഉൾപ്പെട്ട് കാണൂല. പക്ഷേ നമ്മളറിയാതെ എത്രയോ യുവാക്കള് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ. തിരുവനന്തപുരം ജില്ലയുടെ തമ്പാനൂര് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തോളത്ത് തൂക്കിയിട്ട് കൊണ്ടുപോയ ബാഗ് പോലീസുകാരെന്ന് പരിശോധന നടത്തിയപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവുകളാണ്, മയക്കുമരുന്നുകളാണ് അവിടെ ബാഗിന്റെ അകത്ത് കണ്ടെത്തിയത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഒരു നുള്ള കഞ്ചാവിന് 1 പവൻ സ്വർണത്തിനെക്കാളും വിലയാണ്. ഒരു നുള്ള കഞ്ചാവിന് 1 പവൻ സ്വർണത്തെക്കാളും വിലയാണ്. അത് കച്ചവടം ചെയ്യുമ്പോൾ വളരെ ലാഭമാണ് കിട്ടുന്നത്. അങ്ങനെ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പണമുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും കൊണ്ട് പണമുണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന കാശുണ്ടല്ലോ, 1 സെക്കൻഡ് കൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാനെ നശിപ്പിച്ച് കളയാ കഴിയുമെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചില ആൾക്കാരുണ്ടല്ലോ 10ഉം 15ഉം ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നത്. 10ഉം 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്ന ഒരു നേരത്തെ മരുന്നിന് വേണ്ടി, ഒരു ഓപ്പറേഷന് വേണ്ടി 10ഉം 20ഉം 30ഉം ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും ഒക്കെ മരുന്ന് എഴുതി വരുത്തിയിട്ട് മക്കളെ ചികിത്സിക്കാൻ കോടിക്കണക്കിന് രൂപ കടബാധ്യതയുള്ള സഹോദരൻ. അബുദാബിയിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വർഷങ്ങളായി വിദേശ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെടുന്ന സഹോദരൻ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നില്ല, നല്ല ഒരു വീട് വെച്ചിട്ടില്ല, ഭാര്യയും മക്കളെയും നല്ലതുപോലെ സന്തോഷിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കായ രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനാ. അവസാനം ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ, എന്റെ ഭാര്യ കരഞ്ഞാലും എന്റെ മക്കള് കരഞ്ഞാലും എനിക്ക് സങ്കടമില്ല. അവസാന സമയം വരെ എന്റെ ഉപ്പാക്ക് ക്യാൻസർ ആയതുകൊണ്ട് എന്റെ സമ്പാദ്യം മുഴുവനും എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് കൊടുക്കണമെന്ന തീരുമാനത്തിലാണ്. കുറച്ചുകൂടി കസരനോട് നീക്കണം. എല്ലാരും ഒന്നുകൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങണം. അല്പം കൂടി വേഗമാവട്ടെ. ഇനി ഫ്രണ്ടിൽ നീങ്ങുമ്പോൾ ഏറ്റവും പുറകിലും നീങ്ങണം. മോഷണം നമ്മുടെ ചെറുപ്പക്കാർ കണ്ടെത്തിയിരിക്കുന്ന തൊഴിൽ. അടുത്ത സമയത്ത് പത്രത്തിലൂടെ കണ്ടില്ലേ, ATM കവർച്ച. 5 ചെറുപ്പക്കാരുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തിരുന്നു. മസിൽ കാരണം ബനിയനൊക്കെ പൊട്ടിപ്പോയി ചെയ്തമാര്. ഇതൊക്കെ ഇങ്ങനെ. എന്നിട്ട് എന്താ പ്രശ്നം? അവരോട് ചോദിച്ചു അത്രേ, ATM കവർച്ച നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ? അവര് പറഞ്ഞു, പണിയെടുക്കാനുള്ള മടിയാണ്, ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഇതാവുമ്പോ കുഴപ്പമില്ല, ആൾക്കാരിട്ടിരിക്കുന്ന കാശ്, ഒരുപാട് കാശ്. മാല വലിച്ചു പൊട്ടിക്കൽ. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, പാതിരാ സമയങ്ങളിൽ കണ്ടില്ലേ ജ്വല്ലറികളുടെ 40 പവനും 50 പവനുമെല്ലാം രാത്രി സമയത്ത് ഭൂമി തുറന്ന് മോട്ടിച്ചു കൊണ്ടുപോകുന്ന പ്രത്യേകമായ കാലഘട്ടമാണ്. അല്ലാഹ് സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, സഹോദരിമാര് വാദക്കാരുണ്ടോ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലേ? ഈ സഹോദരിമാരൊക്കെ ഇപ്പൊ AMSന്റെ പരിപാടി എത്ര വർഷം കൊണ്ട് നടക്കുന്നു? എത്ര സഹോദരിമാര് സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചായിരിക്കും. എന്നാലും അൽഹംദുലില്ലാഹ് മാന്യമായി 3, 4, 5 പെൺമക്കൾക്ക് എല്ലാ ചിലവും ഒരു 10 പവൻ സ്വർണമെങ്കിലും അവർക്ക് വേണ്ടി. ഇതൊരു സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അങ്ങനെ പറയും. കാരണം എന്തെന്നറിയോ? ഇത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കലല്ല.
ഒരു നിവർത്തിയുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് തന്റെ വീടിന്റെ അപ്പുറത്തെ സമ്പന്നയായ വീട്ടിലെ ഉമ്മയുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുപോലെ അതുപോലെ ഒരു അവസരം നാട്ടിലുള്ള യുവാക്കളുടെ ഒത്തൊരുമ കൊണ്ട് കിട്ടുകയാണ്. സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കലല്ലത്, സ്ത്രീധനം കൊടുക്കലല്ലത്. അങ്ങനെ നിങ്ങൾ കരുതരുത്, ഒരിക്കലും അതല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് പാവപ്പെട്ടവർ തമ്മിലുള്ള ഇടപാടല്ല. അത് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അല്ലാഹു തആല മോശമായ കുടുംബ ബന്ധങ്ങളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെ മോഷണത്തിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ സഹോദരിമാരെല്ലാ കയ്യിലും കഴുത്തിലും കാതിലും ഒരുപാട് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ബൈക്കിൽ വരുന്ന 3 ചെറുപ്പക്കാര് സഹോദരിമാരുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് 10 പവന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്നു. അവര് പറയുന്നു, എത്ര വലിയ ചെറുപ്പക്കാര് വന്ന് വലിച്ചാലും പൊട്ടാത്ത കനമുള്ള മാലയാ അച്ഛ വാങ്ങിത്തന്നത്. ഈ മാല പൊട്ടാൻ കള്ളന്മാരുടെ കയ്യിൽ ഒരു മരുന്ന് തേച്ചാൽ മതി, അവര് പിടിക്കുമ്പോ അത് പൊട്ടിക്കോളും. അതാ പരിപാടി. അതാ കള്ളന്മാര് ചുമ്മാ അല്ല, കള്ളന്മാര് അത് ജോലിയുണ്ട്. മാലയിൽ ഇങ്ങനെ പിടിക്കുമ്പോ അത് പൊട്ടുന്നതിനുള്ള പരിപാടി അവർക്കറിയാം. നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവ് അടികൂടുമ്പോ എത്ര വലിച്ചു പിടിച്ചാലും ചിലപ്പോ മാല പൊട്ടൂല. പക്ഷേ കള്ളന്മാർക്ക് അതിനുള്ള പാഠവുമുണ്ട്, അത് അവർക്കറിയാം. എന്നാലും കൊടുക്കൂല. ഇപ്പൊ മടത്തറ ഭാഗത്തൊരു പ്രിയപ്പെട്ട ഉമ്മയുടെ കാതിലെ കമ്മലുണ്ടല്ലോ, ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ കുരുത്ത് എന്താ അലിക്കത്ത് എന്നാണ് എന്റെ പേര്. എത്ര തവണ ഞാൻ ഇവിടെ വധു പറയാൻ പോയതാ. ഒരു റൗണ്ടെങ്കിലും ഊരി കൊടുത്തിട്ടായിരുന്നു പള്ളിയുടെ അവധ് കെട്ടാനൊക്കെ, കൊടുക്കൂല. അവസാനം 3 പേര് ബൈക്കിൽ വന്നിട്ട്, ഈ 3 പേര് ബൈക്ക് വരുമ്പോഴേ നോക്കണം, പ്രശ്നമാണ്. കാരണം അമ്മാൻ എന്തെന്നറിയോ, 3 പേര് വരണത് അബദ്ധത്തിൽ 1-2 പേര് അവിടെ ആയിപ്പോയാലും ബൈക്കും കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ അതിന് വേണ്ടിയിട്ടാണ്. 3 പേരെ വരോട് മോട്ടിക്കാൻ. അങ്ങനെ വന്നപ്പോ ഉമ്മാമാരെടുത്തി വെച്ച്, ഉമ്മാമായി കൊല്ലായി പോകാനുള്ള വഴി അങ്ങോട്ടാ. മാമ പറഞ്ഞു, എന്തു മക്കളെ? അപ്പൊ ബാക്കിരിക്കണം പറഞ്ഞു, അങ്ങനെ തന്നെ പിടിച്ചോ മാമ, എളുപ്പമുണ്ട്. മാമ അങ്ങനെ കൈ വെച്ചിട്ട്, മക്കളെ എവിടെ പോവാനാടാ ബാക്കിൽ പറഞ്ഞു, അങ്ങനെ ഇരിക്കട്ടെ മാമ, അങ്ങനെ ഇരിക്കട്ടെ. കാതോടുകൂടി കണ്ടിച്ച് കൊടുത്ത് ഒറ്റ പോക്ക. കാരണം ഇത് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല, അലിക്കത്ത്. കാതോടുകൂടി കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ആലോചിക്കണം, നമ്മൾ എത്രയോ എളുപ്പമുള്ള മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? വീട് വെക്കുന്നില്ലടാ, വെക്കണോ സാറേ, വിസ ശരിയായിക്കൊണ്ടിരിക്കുക. പെണ്ണ് കിട്ടുന്നില്ലടാ, കിട്ടണോ സാറേ, പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പെണ്ണ് കിട്ടണതിന് പാസ്പോർട്ട് എന്തിനാ, വീട് വെക്കണതിന് വിസ എന്തിനാ? ഇവന്റെ ധാരണ എന്താണെന്നറിയോ? മറ്റവും വീട് വെച്ചത് ദുബായി പോയിട്ട് വന്നപ്പോഴാ. അപ്പൊ അതുകൊണ്ട് എനിക്കും അവിടെ പോണം, ചെന്ന് ഇറങ്ങി കൊടുത്താൽ മതി. ചെന്നിറങ്ങാത്ത താമസമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരു 10 ദിവസം UAE-യുടെ 1-2 സ്ഥലങ്ങളിൽ ഒരു പരിപാടിയും സുഹൃത്തുക്കളുമായിട്ടുള്ള 1-2 യാത്രയും ചെയ്തപ്പോൾ കണ്ടു. പ്രിയമുള്ളവരെ, 40 പേർക്ക് കുളിക്കാൻ 1 കിണറും 1 ബാത്റൂമുമുള്ള ക്യാമ്പുകൾ കണ്ടു. സഹോദരിമാര് പറയുന്നത് എന്താ, എന്റെ ഇക്കാമ്പ് ദുബായിൽ അറബിയുടെ അറബി ഭക്ഷണം കഴിച്ചാൽ ഇക്കാക്കും കൊടുക്കും, അറബി കുപ്പായം വാങ്ങിച്ചാൽ ഇക്കാക്കും, അറബി പെണ്ണ് കെട്ടിയാൽ ഇക്കാക്കൂടെ കെട്ടിച്ചു കൊടുക്കും എന്ന് പറയാത്ത പാർട്ടി. എല്ലാം ഗൾഫുകാരന്റെ ഭാര്യയാണെന്നുള്ള അഹങ്കാരത്തോടെ ഹൈഹീലിന്റെ ചെരിപ്പിട്ടുകൊണ്ട് മുടി സൈറ്റ് ചെയ്തുകൊണ്ട്, പ്രിയമുള്ള സഹോദരിമാരെ, ശരീരത്തിന്റെ പവർ പുറത്ത് കാണിച്ചുകൊണ്ട് കല്യാണ വീടുകൾ നിരങ്ങി തിമിർക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന 100കണക്കാര ചെറുപ്പക്കാരന്റെ കണ്ണീരിൽ കുതിർത്ത ചരിത്രം നിങ്ങൾക്കറിഞ്ഞാൽ, ഗൾഫുകാരന്റെ ഒരു ഭാര്യ പോലും പിന്നെ സീരിയൽ കാണാ മനസ്സ് വെക്കൂല, അനാവശ്യമായ അന്യപുരുഷന്മാരുമായി ഫോണിലൂടെ സംസാരിക്കൂല, മോശമായ ശരീരം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കൂല. അത്രയ്ക്ക് സങ്കടമാണ് പെങ്ങളെ വിദേശ രാജ്യത്ത് കഴിയുന്ന പല സഹോദരങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ സുഖിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിനെ തീരെ പേടിക്കാത്തവരുമുണ്ട്. അള്ളാഹു നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ നിലയിലുള്ള വളർച്ചയും കൊടുക്കട്ടെ. ഒരു സഹോദരന്റെ ബേക്കറി ഉദ്ഘാടനത്തിന് പോയി. പേരെന്താ? അബ്ദുൽ മലിക്കുൽ ഗഫൂർ. ബേക്കറിയുടെ പേര് രുചി ബേക്കറി, തണൽ ബേക്കറി എന്നൊക്കെ കേട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ ഈ പേരിടാനുള്ള കാരണം? ബാപ്പാടെ പേരാണ്. കൊള്ളാം, ബാപ്പാടെ പേരിട്ട പപ്സൊക്കെ നിന്ന് കത്തു ഉസ്താദെന്ന്. അത്രയ്ക്ക് മണക്കത്ത വാപ്പ. പിന്നെ ഇത് ആരുടെ പേരാ? ഇത് ദുബായിലുള്ള ഒരു അറബിയുടെ പേരാണ്. പറഞ്ഞു, ആ പേരിട്ടത് വറക്കത്തിനാണ്. വറക്കത്തിനല്ല, അറബിയെ ഒലിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. എങ്ങനെയാ? ഞാൻ
പറഞ്ഞിടാ ഓരോ അലുവ കഷണത്തിന്റെ പുറത്തും അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്ന് എഴുതി കൊടുത്താൽ അള്ളാഹ് പൊരുത്തപ്പെട്ടു വരില്ല. അവന്റെ ധാരണ എന്താ? എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കുക. അതിനൊരുപാട് വഴികളുണ്ട് നമുക്ക്, അതിനൊരുപാട് എളുപ്പമാർഗങ്ങളുണ്ട്. പലിശയിലൂടെ, കള്ള് കച്ചവടത്തിലൂടെ, മോഷണത്തിലൂടെ, വസ്തു കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നതിലൂടെ, ചതി നടത്തുന്നതിലൂടെ ഉണ്ടാക്കിയ കാശുണ്ടല്ലോ, അത് പെട്ടെന്നൊരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കടന്നു കയറിയിട്ടവനെ മൃഗമാക്കുന്ന പണമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നലിൽ മാലി ലളറാറാ, പണത്തിന് ഒരു വല്ലാത്ത ലഹരിയുണ്ട്, അക്രമമുണ്ട്. കളറാറത്തിൽ ഖംറി, കള്ള് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ്. കള്ളു കുടിക്കുമ്പോ മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ പണം ഒരു മനുഷ്യനെ അബോധാവസ്ഥയിലെത്തുന്നതാണ്. ചില ആൾക്കാർക്ക് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കണ്ടുകൂടാന്ന് പറയാനായിട്ട്, ഓ അവളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ കണ്ണ് തുറക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടുവന്ന പെട്ടിയിലെ സാധനങ്ങൾ തീരുന്നത് വരെ താത്താക്ക് പിന്നെ അയൽവാസികളുമായി യാതൊരുവിധ ബന്ധവും ഒരു ബന്ധവുമില്ല, സ്വന്തം കാര്യം. അതുവരെ അയൽവാസികളുമായി നല്ല ബന്ധം, സ്നേഹം, സൗഹൃദം എല്ലാം ഉണ്ട്. കാശുണ്ടാകുമ്പോ കണ്ണു തുറക്കാത്ത ഒരുപാട് പേരില്ലേ? പ്രിയമുള്ളവരെ, പെട്ടെന്ന് അല്ലാഹു കാശു തരും. എന്തിനെന്നറിയുമോ? അതൊരു പരീക്ഷണമാണ്. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ഓരോ പരീക്ഷണങ്ങൾ ഈ സമുദായത്തിലെ സഹോദരങ്ങൾക്ക് അല്ലാഹു തരുമ്പോ, പണം തന്നുകൊണ്ട് കാരുണ്യവാനായ പടച്ച തമ്പുരാൻ പരീക്ഷിക്കുമ്പോ, കള്ളൊരു മനുഷ്യന്റെ ശരീരത്തെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാ. അൽഹാക്കുമുത്ത കാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ. പണത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തിയുണ്ടല്ലോ. വാപ്പയെ കൊന്നാലും ഉമ്മയെ കൊന്നാലും പെങ്ങളെ കൊന്നാലും കൂടപ്പറപ്പിന്റെ കഴുത്തറുത്താലും എനിക്ക് നോട്ടുകെട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പേപിടിച്ച നായകളെ പോലെ പണത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിലെ സമ്പന്ന വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമുദായത്തിലെ സഹോദരങ്ങൾ പഠിച്ചോ, ആർത്തി തീരുന്നത് എപ്പോഴാ? ഹത്താ സുറുത്തുമുൽ മഖാബിർ, ഖബറുകളെ സന്ദർശിക്കുന്നത് വരെയാണ്. അവിടെ പോയാൽ പിന്നെ പണം വേണമെന്നും അവിടെ എത്തുന്നത് വരെ പണത്തിന് വേണ്ടിയുള്ള മൽപിടുത്തമാണ് മനുഷ്യൻ. മരിക്കാൻ നേരത്ത് പോലും തലയണയുടെ അടിയിൽ കാശിരിക്കുന്നു എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കൂല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണോ മരിക്കുന്നതെങ്കിൽ അത്രയും ദിവസം വരെ ആ പൈസ എണ്ണാലോ എന്നുള്ള ഒരു തോന്നലാണ്. അതുകൊണ്ട് ഇന്നലിൽ മാലി ലളറാറാ, സമ്പത്തിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ഉപദ്രവമുണ്ട്. കളറാറത്തിൽ ഖംറി, അത് കള്ളിന്റെ ഉപദ്രവം പോലെയാണ്. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്ന പോലെ സമ്പത്ത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കറിയോ, മുസ്ലിം സമുദായം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ ജയിച്ച് കീഴടക്കിയിട്ട് സമ്പത്തും ആഭരണങ്ങളുമെല്ലാം വാരി വെച്ചിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടമാണ്. യുദ്ധം ചെയ്ത് പരിപൂർണമായ വിജയം. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടോ ആ വലിയ രാജ്യത്തിന്റെ കീഴ്പ്പെടുത്തിയതിന് പകരം കിട്ടിയ ആഭരണങ്ങള്, സ്വത്തുവകകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട അണികളെ ചോദിച്ചു, എന്തിനാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കരയുന്നത്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഒരുപാട് സ്വത്ത് കിട്ടിയില്ലേ? ഒരുപാട് ആഭരണങ്ങൾ കിട്ടിയില്ലേ? ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ഈ സമുദായത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അവിടെ എന്തിനാ കരയുന്നത്? സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടതാ, ലാ തഫ്തഹു ദുനിയാ അലാ അഹദ് ഇല്ലാ ലഖിയല്ലാഹു അസ്സ വജല്ല ബൈനഹുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ.
അള്ളാഹു ഒരാൾക്ക് ദുനിയാവിന്റെ സുഖവും സ്വത്തും ആഭരണങ്ങളും ആഡംബരങ്ങളും സ്വത്തുക്കളും അള്ളാഹു തുറന്നു കൊടുത്താൽ, അള്ളാഹു പണവും സമ്പാദ്യവും എല്ലാം ഇങ്ങനെ തുറന്നു കൊടുത്താൽ, അള്ളാന്റെ ഹബീബാര പ്രവാചകൻ പറഞ്ഞു അത്രേ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് പരസ്പരം ശത്രുതയുണ്ടാക്കാ ആ പണം ഒരു കാരണമാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ പേടിച്ചു പോകുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ ആഭരണത്തിന്റെ പേരില്, ഈ പണത്തിന്റെ പേരില് അള്ളാഹു പടച്ച തമ്പുരാ നമുക്കിടയിൽ ശത്രുത തന്നാലോ, നമുക്കിടയിൽ അള്ളാഹു വെറുപ്പ് തന്നാലോ, നമുക്കിടയിൽ അള്ളാഹു തർക്കം തന്നാലോ ഞാൻ പേടിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അസൂയയും വഴക്കും ബഹളവും ഉണ്ടാകുന്നത് എങ്ങനെയാ? പരസ്പരം ഒരു സഹോദരൻ വീട് വെച്ചു, അവനേക്കാൾ വലിയ വീട് ഇക്ക വെച്ചാൽ ഇക്കയോട് അനുജൻ ഉടക്കും, പാല് കാച്ചിന് പോവില്ല, വീട് താമസമാകുന്നതിന് പോവില്ല. എന്തുകൊണ്ടാണ്? പണം അധികരിച്ചത് കൊണ്ട്, സ്വത്ത് അധികരിച്ചത് കൊണ്ട്, സ്വത്ത് വകകൾ അധികമായത് കൊണ്ട്. പ്രിയമുള്ള സഹോദരാ, അവനെ കൊണ്ട് ഒരിക്കലും സാധിക്കൂല. അവന്റെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്ത പണം അധികരിച്ചതിന്റെ പേരില് പരസ്പരം കൂടപ്പിറപ്പുകൾ തമ്മില് അസൂയ വെച്ചുകൊണ്ട് അക്രമം പുലർത്തിയിട്ട് എന്തിനേറെ കൂട്ടുകാരന്റെ കഴുത്തറുക്കാൻ വരെ, സഹോദരിയുടെ കല്യാണത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കഴുത്തറുത്തിട്ട് താലിച്ചരട് പൊട്ടിച്ചു കൊണ്ടുപോല കൂടപ്പിറപ്പിന്റെ കരപത്രത്തിലൂടെ വായിച്ച പ്രിയപ്പെട്ട സഹോദര, സ്വത്തെഴുതി കൊടുക്കൂലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛന്റെ ശരീരത്തിലൂടെ കാർച്ചട്ടിൽ കിടന്ന വാഹനം കയറ്റി ഇറക്കി പോര പൊന്നുമക്കളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇന്നലെ കൊല്ലു ഉമ്മത്തിന് ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും അല്ലാഹു ഫിത്ന കൊടുത്തിട്ടുണ്ട്, പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്റെ സമുദായത്തിന് അല്ലാഹു കൊടുത്ത പരീക്ഷണം അത് സമ്പത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പ് ഭാര്യ കൂട്ടി വെച്ചിരിക്കുന്ന അനേകായിരം സമ്പത്ത് കണ്ടുകൊണ്ട്, ആഭരണം കണ്ടുകൊണ്ട് കണ്ണുനീരോടെ പറയുന്ന സഹാബ, ഈ സമ്പത്ത് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം തർക്കമുണ്ടാക്കാ, പരസ്പരം ലഹളയുണ്ടാക്കാ, പരസ്പരം കോപമുണ്ടാക്കാ, പരസ്പരം അടിയുണ്ടാക്കാ, പരസ്പരം ബഹളമുണ്ടാക്കാ, സമ്പത്തൊരു കാരണമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഓർത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഹറാമായ രീതിയിലൂടെയുള്ള പണം സമ്പാദിച്ചാൽ അത് മനുഷ്യനെ നശിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മനിസ്തറ സൗബം ബി അശറത്തി ദറാഹിമ. ഒരാൾ ഒരു വസ്തു വാങ്ങിച്ചു, ഒരു വസ്ത്രം വാങ്ങിച്ചു, ബി അശറത്തി ദറാഹിമ, 10 ദിർഹമിന് പകരം. ഒരു ഷാള് വാങ്ങി, ഒരു ഷർട്ട് വാങ്ങി, ഒരു മുണ്ട് വാങ്ങി, പെരുന്നാളിനിടാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിയത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഫീഹി ദിർഹമുൻ ഹറാം, അതിൽ 1 ദിർഹം ഹറാമാണ്. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം, 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം, 100 രൂപ ഹറാമാണ്. 400 രൂപ അവൻ ഹലാലായി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. പക്ഷെ 100 രൂപ ഒരു സഹോദരന്റെ നിന്ന് വഞ്ചിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. ഈ 500 രൂപയ്ക്ക് അവൻ ഡ്രസ്സ് വാങ്ങി ധരിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളി വന്നു, വെള്ളിയാഴ്ച പള്ളി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്ത. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല. ഹറാമായ 1 ദിർഹമേ അതിലുള്ളൂ, ബാക്കിയൊക്കെ ഹലാലായ കാശ. എന്നാലും അതുകൊണ്ട് ധരിച്ച വസ്ത്രത്തിൽ ധരിച്ച നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പർദ്ദ വാങ്ങുന്നു, 1500 രൂപ കച്ചവടക്കാര് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വില പറഞ്ഞ് 900 രൂപയ്ക്ക് വാങ്ങി വരുമ്പോ കച്ചവടക്കാരൻ പറഞ്ഞു, നീയൊന്നും ഗുണം പിടിക്കൂലടാ, എന്നിട്ട് പൊതിഞ്ഞു തരികയാണ്. ആ വസ്ത്രം നമുക്ക് ഹലാലല്ല. ആ
ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എളുപ്പമാണ് ഹറാമായ പണമുണ്ടാക്കാ. പക്ഷെ ഹറാമായ പണം കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. സർവ്വവിധമായ ഇബാദത്തുകളും പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ഉദ്ഉല്ലാഹ യജഅലനി മുസ്തജാബ ദഅവാത്. ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളായി എനിക്ക് മാറണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യാം. എപ്പോഴും ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരാളാവാൻ വേണ്ടി നബി അവിടെ നിന്ന് ദുആ ചെയ്യണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദുആ സ്വീകരിക്കുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ആളാവാനല്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രവാചകനോട് പറഞ്ഞു, അയ്യജഅലനി മുസ്തജാബ ദഅവാത്. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ആളായി മാറാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു നിബന്ധന എന്തെന്നറിയോ? എംഎസിന്റെ പരിപാടിക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഉസ്താദ് ബാക്കവി ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഹുസൈൻ ഫാദിൽ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഞാനും നിങ്ങളും വീട്ടിന്റെ അകത്ത് പോയി നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാനോട് കണ്ണുനീരോടെ കൈ ഉയർത്തിയിട്ട് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഒരൊറ്റ നിബന്ധനയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്. അത്തിബ് മത്അമക. എന്റെ സഅദേ, നിന്റെ ഭക്ഷണം നീ നന്നാക്കുക. ഭക്ഷണം നീ നന്നാക്കുക. നമ്മൾ ഭക്ഷണം നന്നാക്കുന്നല്ലോ. തവാഫ് ചെയ്യണ കോഴി കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? തവാഫ് ചെയ്യണ കോഴി എന്ന് പറഞ്ഞാൽ കമ്പിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ കോഴി. ഉമ്മാമാർക്ക് വരെ അത് മതിയല്ലോ. നമ്മളിന്ന് ഏറ്റവും അധികം ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ആദ്യമായിട്ട് ഷവർമ കഴിച്ച ഒരു കൂട്ടുകാരൻ പറഞ്ഞു വന്നാ, കഴിച്ചു കയറുന്നപ്പോ മറ്റും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നതാ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പേപ്പർ തിന്നാൻ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കഴിക്കല്ലേ, മൂപ്പർക്ക് അറിഞ്ഞൂടാ തുലിച്ചാ കഴിക്കേണ്ടത്. അപ്പൊ അത്തിബ് മത്അമക, ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം മൂടി പിടിപ്പിച്ച ഭക്ഷണങ്ങളല്ലേ, അത് നല്ലതാണ്. പക്ഷേ അതല്ല റസൂലുള്ള പറഞ്ഞതല്ല. ഭക്ഷണം നന്നാക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹറാമില്ലാത്ത ഭക്ഷണം കഴിച്ചാ ഉസ്താദ് ബാക്കവിയല്ല, ഏത് ബാക്കവി ദുആ ചെയ്താലും, ഏത് ചെറുപ്പക്കാരൻ ആമീൻ പറഞ്ഞാലും, ഏത് പാവപ്പെട്ടവൻ ദുആ ചെയ്താലും ആ ദുആയിൽ അല്ലാഹുവിന്റെ മുന്നാമാറ സമ്പാദ്യമുണ്ടല്ലോ. ഒരു രൂപ പോലും നമ്മുടെ ഭക്ഷണത്തിൽ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. എന്തുമാത്രം ദുആ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അല്ലാഹുവേ, ഓച്ചിറയിലെ എംഎസിന്റെ അൻസാറുൽ മുസ്ലിമീന്റെ പാവപ്പെട്ട മക്കള് സംഘടിപ്പിച്ച ഈ അനുഗ്രഹീതമായ പരിപാടിക്ക് നിറഞ്ഞു കവിഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ നന്മ കൊണ്ട്, അവര് ചെല്ലുന്ന സലാത്തിന്റെ പവർ കൊണ്ട്, അവര് നിറകണ്ണുകളോടെ പറയുന്ന ആമീന്റെ പൂരിശ കൊണ്ട് ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ കണ്ണുനീരോടെ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രംഗമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, എനിക്ക് അല്ലാഹു പണം തന്നതുപോലെയല്ല, ഓച്ചിറയിലുള്ള നിങ്ങൾക്ക് അല്ലാഹു പണം തന്നതുപോലെയല്ല, ഒരുപാട് സമ്പാദ്യം അല്ലാഹു കൊടുത്തുപോയ മഹാനാണ്. ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് മുസ്അബ് ധരിച്ചിരുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധമാണ് മുസ്അബ് പൂശിയിരുന്നത്, ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണമാണ് മുസ്അബ് കഴിച്ചിരുന്നത്. ആ ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുമ്പോ ലോകത്തിന്റെ നായകൻ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നോക്കിയിട്ട് പറഞ്ഞ വാക്ക്, അൻസാറുൽ മുസ്ലിമീന്റെ പരിപാടിക്ക് വന്ന പാവപ്പെട്ട പോക്കറ്റിന്റെ അകത്ത് 1000 നോട്ടിരിക്കുന്ന ചെറുപ്പക്കാര് പഠിക്കണേ, വില കൂടിയ വാഹനത്തിന്റെ അകത്ത് സഞ്ചരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്ന ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് പഠിക്കണേ, വീട്ടിന്റെ അകത്ത് സുഭിക്ഷമായ ഭക്ഷണമൊരുക്കിയിട്ട് കാത്തിരിക്കുന്ന ഭാര്യയെ തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂല് ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ രക്തത്തിൽ കുളിച്ച് ചിതറിക്കിടക്കുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നോക്കിയിട്ട് കണ്ണുനീരോടെ പറയുകയാ, ലഖദ് റഅയ്തു ബിമക്ക
മിസ്അബേ നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്താ? വമാ ബിഹാ അറഖുല്ലാ, നീ ധരിക്കുന്ന പോലെ മിനുസമുള്ള വസ്ത്രം ധരിച്ച ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല മിസ്അബേ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, മിസ്അബേ നീ ധരിച്ചതുപോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാളെയും ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല. വലാ അഹ്സനു ലിമ്മത്തൻ മിങ്ക, നിന്നെക്കാളും നല്ല ഭംഗിയുള്ള മുടിയുടെ കൊഴുപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. നിന്നെ പോലെ വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. നിന്നെ പോലെ ഭംഗിയുണ്ടായിരുന്ന ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മിസ്അബായ നീയാണോ ഇന്ന് തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പട്ടിണി കിടന്നുകൊണ്ട് ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കൊടുത്തത് മിസ്അബേ? ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച മിസ്അബേ, ഏറ്റവും വില കൂടിയ ഭക്ഷണം കഴിച്ച മിസ്അബേ, ഏറ്റവും വില കൂടിയ സുഗന്ധം പുരട്ടിയ മിസ്അബേ, മുടി ജട പിടിച്ചതുപോലെ തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ ശരീരങ്ങളെ കഷ്ടിക്കപ്പെട്ട ആ മിസ്അബാണോ നീ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ മാണിക്യമുത്ത് പൊട്ടിക്കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു പണം തന്നത് മനഃപൂർവ്വമാണ്. ഓച്ചിറയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അറിയാതെ തന്നുപോയതല്ല. നിനക്ക് അല്ലാഹു പണം തന്നത് മനഃപൂർവ്വമാണ്. നിനക്ക് അല്ലാഹു 10,000 തന്നത്, 10 ലക്ഷം തന്നത്, നിന്റെ ഭാര്യക്ക് കഴുത്തിലും കൈകാലുകളിലും അല്ലാഹു ലക്ഷക്കണക്കായി രൂപയുടെ ആഭരണം തന്നത് അല്ലാഹു പടച്ചതമ്പുരാ മനഃപൂർവ്വം തന്നതാ. എന്തിനെന്നറിയുമോ? നീ അതെങ്ങനെ ചിലവഴിക്കുന്നു, നീ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ പറയും, ഉസ്താദേ നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിലും കുറെയൊക്കെ നമ്മൾ സ്വതക്ക ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ കരുനാഗപ്പള്ളി പ്രസംഗിക്കാൻ വന്നപ്പോൾ 10,000 രൂപ ഞാനാ കൊടുത്തത്. പക്ഷെ ഞാൻ അവിടുത്തെ പലിശക്കാരൻ, എനിക്കതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല ഉസ്താദെ. അതുകൊണ്ട് യത്തീംഖാനയ്ക്ക് 10,000 രൂപ കൊടുത്തത് കൊണ്ട് അല്ല എനിക്ക് പുറത്തു തരൂലേ എന്ന് സമാധാനിക്കുന്ന ചില സഹോദരങ്ങൾ, ഭാര്യമാര് പോലും ഗൾഫിൽ കഴിയുന്ന ഭർത്താക്കന്മാരോട് പറയൂലേ, ഏതെങ്കിലും ഒരു അറബിയെ കൊണ്ട് യത്തീംഖാനാക്കിയിട്ട് ഉള്ളതെല്ലാം അവിടെ ഭാര്യ എടുത്തുകൊണ്ട് വരും വെച്ചാ നമുക്ക് പള്ളി ദുആ ചെയ്യാൻ പൈസ കൊടുത്ത് കരഞ്ഞുകൊണ്ട് ഖത്തീബ് ദുആ ചെയ്യുമ്പോൾ അതൊക്കെ അല്ല പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയോട് താല്പര്യമുള്ള ചില സഹോദരിമാര് പറയുമ്പോ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഗൾഫുകാര് അതുപോലെ ഹറാമ് ചെയ്തുകൊണ്ടല്ല പുറത്തു തരുമെന്ന് ചിന്തിച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാപത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ, പലിശയിലൂടെ, ഹറാമിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ, കള്ളത്തിലൂടെ, മോഷണത്തിലൂടെ, അക്രമത്തിലൂടെ, അനാചാരത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ ആ പണം കൊണ്ടവൻ കുടുംബബന്ധം ചേർക്കുകയാണ്. ആ പണം ഉണ്ടാക്കിയിട്ട് വിദേശ രാജ്യത്ത് പോയി ഒരുപാട് പേരെ പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും പണം ഉണ്ടാക്കി എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരിക്ക് 10,000 രൂപ. അപ്പൊ സഹോദരി പറയും, എന്റെ ഇക്ക ഗൾഫിൽ പോയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അള്ളാഹു ഇനി സമ്പത്ത് കൊടുക്കട്ടെ. വീണ്ടും പോകും മോട്ടിക്കും, വീണ്ടും കൊണ്ടുവരും, ഇവർക്ക് കൊടുക്കും, വീണ്ടും പോകും മോട്ടിക്കും, കൊണ്ടുവരും, കൊടുക്കും. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ മനസ്സറിയുന്ന പ്രവാചകർ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒന്നെങ്കിൽ കുടുംബബന്ധം ചേർത്തു, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ജുമിഅദാലിക കുല്ലുഹു ജമിയാ, അതെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ഫഖുദിഫ ബിഹി ജഹന്നമ, നരകത്തിലേക്ക് അവനെ തലകീടായി വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹറാമായ പണമുണ്ട്, തീങ്ങാനൊക്കെ ഞാൻ കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോ അല്ലാഹു ഹറാമായ പണത്തിന് എനിക്ക് വിട്ടുവീഴ്ച തരുമെന്ന് ചിന്തിക്കുന്ന സമ്പന്ന വർഗമുണ്ടെങ്കിൽ പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖുദിഫ ബിഹി ജഹന്നം, അവൻ അല്ലാഹു നരകം ഒരല്പവും കുറച്ചു കൊടുക്കൂല, കാര്യമായിട്ട് തന്നെ നരകം കൊടുക്കും. ഇനി എങ്ങനെ ചെലവഴിക്കണം സമ്പത്ത്? പണമുണ്ടാക്കിയാ മാത്രം പോരല്ലോ, എങ്ങനെയാ പണം ചെലവഴിക്കേണ്ടത്? ചോദിക്കുന്നതിനൊക്കെ വാരി വലിച്ചു കൊടുക്കാനും പാടില്ല.
അർഹതപ്പെട്ടതിന് കാര്യമായതിന് ആവശ്യമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള ഒരു മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ പണം ഉണ്ടാക്കണമെന്നത് കഴിഞ്ഞു. ഇനി എങ്ങനെ ചിലവഴിക്കണമെന്നതാണ്. എങ്ങനെ ചിലവഴിക്കണം നമ്മൾ? ധാരാളം പണമുണ്ട്. നമുക്ക് ചില സഹോദരങ്ങൾക്ക് അറിയില്ല പണം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നറിയില്ല. എവിടെയാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കാശുകാരെല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് RCCയിൽ പോകുന്നത് നല്ലതാണ്. ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല, രോഗികളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. ചില സഹോദരിമാരുണ്ടല്ലോ, വെള്ളിയാഴ്ച തിരുവനന്തപുരം സിറ്റികളുടെ പള്ളികളുടെ മുമ്പ് വന്നിരുന്നിട്ട് ഷാള് വിരിച്ചിട്ട് അവിടെ ഇരിക്കും. നിസ്കാരം കഴിഞ്ഞിറങ്ങി പോകുന്നവനിട്ട് കൊടുക്കുന്ന 2 രൂപയുടെ തൊട്ടുകൾ പറക്കിയെടുത്ത് RCCയിലേക്ക് ഓടി വന്നിട്ട് 10,000 രൂപ അടക്കേണ്ടുന്ന മരുന്ന് ഷോപ്പിൽ പോയിട്ട് 1000 രൂപ അടച്ചിട്ട് ബാക്കി വൈകുന്നേരം 4 മണിക്ക് തരാമെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മരുന്നിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരിമാർ. അല്ലാഹുവേ, പടച്ചവനെ, അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചാൽ അതിലല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ. വിദേശ രാജ്യത്ത് ആരെയും വഞ്ചിക്കാറ്, ആരെയും പറ്റിക്കാറ് കഷ്ടപ്പെട്ടുകൊണ്ട് പണം സമ്പാദിച്ച ആ പണം AMSന്റെ പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഗൾഫുകാരുണ്ട്. അല്ലാഹുവേ, ആ പാവപ്പെട്ട ഗൾഫുകാരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാവരും ഓരോ വർഷവും 10,000 രൂപ അതിലിടലാണ് അവരുടെ അഡ്മിഷൻ ഫീസ്. എനിക്ക് അൻസാറുൽ മുസ്ലിമീൻ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം മുസ്ലിയാരെ പേരെന്തെന്നല്ല ചോദിക്കുക, ആദ്യം 10,000 രൂപ തരാനാ പറയാ. ആദ്യം അവരിൽ നിന്ന് പണം ഇറക്കിയെങ്കിലേ എന്തുണ്ടാവുള്ളൂ, ആ പരിപാടിക്ക് കഷ്ടപ്പെടാൻ ഒരു മനസ്സ് വരുള്ളൂ. കസേരയിട്ടുകൊണ്ട് കാലുമേട്ട് ഒപ്പിടാൻ ഒരു സെക്രട്ടറി ആണെങ്കിൽ ഇഷ്ടംപോലെ സെക്രട്ടറിമാരുണ്ട്. അതുകൊണ്ടാണ് പള്ളികളിൽ ഇലക്ഷൻ അധികരിക്കുന്നത്. കമ്മിറ്റിയിൽ നിൽക്കണമെങ്കിൽ 50,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ലോകത്ത് സെക്രട്ടറി ആവൂല, ഒരാളും ലോകത്ത് പ്രസിഡന്റ് ആവൂല, ഒരാളും എന്റെ പ്രിയമുള്ളവരെ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തൂല. എന്നതുകൊണ്ടല്ലേ പണം കൂടുമ്പോഴാണ് അടിയുണ്ടാവുന്നത് ചെലവഴിക്കുന്ന വിഷയത്തിൽ. ചില സ്ഥലത്തൊക്കെ 5-6 ചെറുപ്പക്കാര് കൂടിയിട്ട് പറയും, ബാക്കവി അല്ലെങ്കിൽ കാഞ്ഞാറുസ്താറെ ആരെങ്കിലും ഒന്ന് വരണം, 2 ദിവസത്തെ പരിപാടി വെക്കണം, പാവപ്പെട്ടവരെ കെട്ടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റൊക്കെ വായിക്കും. എന്നിട്ട് വലിയ നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിക്കുമ്പോ തന്നെ ആൾക്കാർ പറയും, ഉഷാദ് ബാക്കവിയാണോ വരണത്, സുന്നിയല്ല, സുന്നത്ത് ജമാഅത്തല്ല, വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് നാട് നശിപ്പിക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞൊക്കെ ഫിത്തിനെ ഫസാദും ഒക്കെ പറയും. അവസാനം കാഞ്ഞാറ് ബാക്കവിയാണോ പറഞ്ഞത്, വലിയകാരനാണ്, EP ഉസ്താദാണ് പറഞ്ഞത്, അയാൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് ആരെ കുറിച്ചാണെങ്കിലും പറയും, ഹുസൈൻ ഫാദിൽ ഉസ്താദിനെ കുറിച്ചാണെങ്കിലും പറയും. പക്ഷെ ഷർട്ടൊന്ന് മാറ്റിയിടണം, അതെനിക്ക് എന്നിട്ട് ഇത് വിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോയാൽ മതി, തവലികാരനെന്ന് പറയും. വല്ലാഹി പറയും, പ്രസംഗം എന്തെന്നല്ല നോക്കുന്നത്, വേഷം എന്തെന്ന് നോക്കും. ജുബ്ബയാണെങ്കിൽ തീർന്നു, ഖത്തം ഹോവയ, പിന്നെ ജീവിക്കാൻ പറ്റൂല. പിന്നെ ഞാൻ തലയെ കെട്ടാത്തതുകൊണ്ട് കെട്ടറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥ ഏതാ പ്രിയമുള്ളവരെ? അള്ളാഹു പടച്ച തമ്പുരാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു സങ്കടം കൂടി ഞാൻ ഇതിനിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഉറുക്കാൻ കടകളിലും ചായക്കടകളിലും ചാരായക്കടകളിലും അള്ളാന്റെ ഹബീബാണ് ചർച്ച. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുന്നാര നബി തങ്ങളുടെ ശരീരം മണ്ണിനടിയിൽ ചീഞ്ഞളിഞ്ഞു പോയി എന്ന് പറയുന്ന വൃത്തികെട്ടവര് വരെ നമ്മുടെ നാടുകളിൽ അഭിമാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും എൻ്റെ പ്രിയമുള്ള കൂട്ടുകാര് അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത്. അള്ളാന്റെ റസൂലിന്റെ ശരീരം പോട്ടെ, മസ്ജിദുൻ നബവിയുടെ മണ്ണൊന്ന് മാന്തി നോക്കിയാൽ സഹാബത്തിന്റെ ശരീരത്ത് പോലും ചിതലും പുഴുവും ഉറുമ്പ് പോലും മരിച്ചിട്ടുണ്ടാവൂല.
സഹാബത്തിന്റെ ശരീരം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പൊന്നാര ഹബീബിന്റെ ശരീരം പുഴുത്തെറിഞ്ഞു പോയെന്ന് പറയുന്നത്? റസൂലുള്ളാഹിയുടെ മുടിയും റസൂലുള്ളാഹിയുടെ നഖവും അള്ളാന്റെ ഹബീബിന്റെ ശരീരവും ബോഡി വേസ്റ്റും മാലിന്യവും എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും മോശമായ ചർച്ചകളിൽ നമ്മൾ ആരും ഉൾപ്പെടരുത്. ഏത് സംഘടനയിലും നിങ്ങൾ പ്രവർത്തിച്ചു, പക്ഷേ അള്ളാന്റെ ഹബീബിനെ കുറിച്ച് മോശത്തരം പറയാനുള്ള അർഹത എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ നാവിനില്ല. ഒരിക്കലും ചർച്ച ചെയ്യരുത്. ആ ചർച്ച നമുക്ക് വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്നത് വരെ അള്ളാന്റെ ഹബീബിന്റെ മുഖം കണ്ടു മരിക്കാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക, അതുമാത്രം തിരഞ്ഞെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകർ പറയുകയാണ്, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണമുണ്ടാക്കിയാൽ അവനാ പണത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുന്നതാ. പണം പെട്ടെന്ന് വരുമ്പോഴാണ് ചർച്ച കൂടുക. 3-4 കുട്ടികൾ അങ്ങനെ മതപ്രസംഗം വെച്ച് ഒരുപാട് പൈസയൊക്കെ ആകുമ്പോ പള്ളി കമ്മിറ്റിക്കാർ വരും, നാട്ടുകാർ വരും, പാപ്പമാരെ എതിർത്തവരൊക്കെ വരും. മക്കളെ, നമുക്കൊരു യോഗം ചേർന്നിട്ട് അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് ആലോചിക്കാം. മക്കൾ പറയും, വാദം നടത്താൻ നേരത്തെ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ, പൈസ വന്നപ്പോ ഇപ്പൊ മരിക്കാൻ കിടക്കണവരൊക്കെ എണീച്ച് വരികയാണല്ലോ എന്ന് ചോദിക്കുന്ന കാര്യം എല്ലായിടത്തും അതാ. പണമില്ലാത്ത ഫണ്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ കമ്മിറ്റിക്കാരില്ല, ആ സംഘടനയിൽ ആളില്ല. ഒരു സ്ഥലത്തും അങ്ങനെ പണമില്ലെങ്കിൽ ആളില്ല. നിങ്ങൾ പോലും നിങ്ങൾ ഓച്ചിറയിൽ 1 രൂപ കൈയെടുക്കാനില്ലാത്ത പാവപ്പെട്ടവനാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ സലാം പറയുന്നവര് വരെ കുറവാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പാവപ്പെട്ടവരെ ഒരിക്കലും അവഗണിക്കരുത്. പണം അല്ലാഹുവാണ് തരുന്നത്. പോക്കറ്റിന്റെ അകത്ത് 1000ന്റെ നോട്ട് കെട്ടുള്ളവരോട് മാത്രം സലാം പറയുന്ന സമ്പന്നവർഗത്തിനോട് പ്രത്യേകമുള്ള താല്പര്യം എന്റെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പൊന്നാര നബി തങ്ങൾ പറയുന്ന അർഹതയില്ലാത്ത രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചു പോരാ, അവന്റെ ഉദാഹരണം പൊന്നാര നബി തങ്ങൾ പറയുന്നു, വയറ് നിറച്ച് കഴിച്ചിട്ടും വയറ് നിറക്കാത്തവനെ പോലെയാണ്. ഹറാമായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നവന്റെ ഉദാഹരണം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, എന്നാലും അവന്റെ വയറ് നിറയുകയില്ല. അതാണ് ഒരുപാട് പണമുണ്ടായിട്ടും സമാധാനമില്ല, ഒരുപാട് സുഖമുണ്ടായിട്ടും സമാധാനമില്ല. ഖുർആൻ പറയുന്നു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അല്ലാഹു പറയുകയാണ്, ഏറ്റവും മോശമായ നാശം കൊടുത്തുകൊണ്ട്, ഏറ്റവും മോശമായ നരകം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പണം ഒരുമിച്ച് കൂട്ടുന്നവരും എല്ലാ ദിവസവും അതിനെ എണ്ണി നോക്കുന്നവരും നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. ഒരുമിച്ച് കൂട്ടുന്നവരും എണ്ണി നോക്കുന്നത് പല രീതിയിലാണ്. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പറയുന്നത് എത്ര രൂപയെന്നാ? 1 രൂപയെന്നാ? കച്ചവടം നടന്നോടാ, പോരാ 5-6 രൂപയുടെ കച്ചവടം നടന്നു എന്ന് പറഞ്ഞാൽ 5-6 ഗുണവയുടെ കച്ചവടം അല്ല നടന്നത്, 6 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് നടന്നത്. പണ്ട് കാലത്തുള്ളവർ അങ്ങനെ പറയൂല. ഇന്ന് കാശ് കൂടിയപ്പോ 1 ലക്ഷം രൂപ പണ്ടുള്ള 1 രൂപയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് എത്ര രൂപ കിട്ടിയടാ? 10 രൂപ കിട്ടിയടാ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടിയെന്ന, 10 ലക്ഷം രൂപ കിട്ടിയെന്ന. പിന്നെ നോട്ടിനെ നമ്മൾ എണ്ണുന്നതോ താവ്, തോവ്, തിലു, തട്ടല്, തടവല്, നുണക്കല്, വലിക്കല്, തുടിക്കല്, പൈസ എണ്ണിട്ടില്ലേ? ഇതുപോലും തെറ്റാ, ഇങ്ങനെ എണ്ണാൻ പാടില്ല. നമ്മളെന്താ കരുതിയത്? കോഡ് ഭാഷ എന്നാ പറയാ. ഓച്ചിറയിൽ ഒരുപാട് കോഡ് ഭാഷ ഉണ്ട്, എനിക്കറിയാം. താളനും താളി എന്തോ ഓച്ചിറ സ്പെഷ്യലായ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഓച്ചിറ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. വെട്ടി വെയിലത്ത് വെക്കലും അങ്ങനെയുള്ള കുറെ പ്രത്യേക ഡയലോഗുകളുണ്ട്. അള്ളാഹു പടച്ചതമ്പുരാൻ ഈ അൻസാറുൽ മുസ്ലിമീൻ സാധു സംഘം പോലെ ഓച്ചിറയുടെ പ്രദേശങ്ങളിൽ നിറഞ്ഞു കവിയുന്ന മനസ്സിൽ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള പ്രവർത്തകർ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു പാവപ്പെട്ടവൻ മുമ്പ് നിന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കണ്ണുനീര് കണ്ടിട്ട് പെട്ടെന്ന് കൂട്ടുകാരെ ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞിട്ട്, നീ 100 ഇട്, ഞാൻ 500 ഇടാം എന്ന് പറഞ്ഞ് പൈസ വിരിച്ചിട്ട് പലിശക്കെടുക്കാൻ പോകുന്നവന്റെ കയ്യിൽ കാശ് കൊണ്ട് കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറയാനുള്ള മനസ്സ് ഈ കാലഘട്ടത്തിൽ 100 രൂപയ്ക്ക് വേണ്ടി ഉമ്മയെ കൊല്ലുന്ന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ
പ്രിയമുള്ളവരെ, അത് വളർന്നു വരണം. കഴിഞ്ഞ വർഷം 4 മക്കളെയാണ് കെട്ടിച്ചു വിട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് 5 മക്കളായി മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷം അത് 10 മക്കളായി മാറണം. നിനക്കറിയോ എവിടെന്നാണ് സാറ് ഇത്രത്തോളം പാവപ്പെട്ടവര് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ, ഓരോ വർഷവും അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകർക്ക് വരുന്ന അപേക്ഷകള് 10ഉം 15ഉം 20ഉം അപേക്ഷകളാണ്. ഒരു സഹോദരൻ പറഞ്ഞതാ, കഴിഞ്ഞ വർഷത്തെ നിക്കാഹിന് വേണ്ടി ഒരു വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാ. അപേക്ഷ കൊടുത്താലും അൻസാറുൽ മുസ്ലിമീന്റെ മക്കള് പൈസ കൊടുക്കൂല. പിന്നെ എന്ത് ചെയ്യും? ആ പേരും അഡ്രസ്സും നോക്കിയിട്ട് അവർ അന്വേഷിക്കാൻ പോകും. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ പാവപ്പെട്ട കുടിലിന്റെ അവസ്ഥ കണ്ടപ്പോ, ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ കണ്ടപ്പോ പിന്നെ അന്വേഷിക്കാൻ പോലും മനസ്സ് വന്നില്ല. ആ സമയത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് മടങ്ങി വന്നുപോയി. ഇങ്ങനെ നൂറുകണക്കാറ് ഭവനങ്ങള് കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് സഹോദരാ. പൊന്നുമോളെ കെട്ടിക്കുമ്പോ 100 കിലോ സ്വർണം കൊടുത്തിട്ട് MG ശ്രീകുമാറിന്റെ ഗാനമേള നടത്തുന്ന പ്രിയപ്പെട്ട സമ്പന്നവർഗത്തിലെ ഉപ്പമാരെ, അതിൽ നിന്ന് 1 പവൻ സ്വർണ്ണാഭരണം പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന് എത്ര സന്തോഷമാകുമായിരുന്നു. നിനക്ക് അള്ളാഹു പടച്ചതമ്പുരാ തന്നതിന് പകരം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നിനക്ക് വരുമ്പോ അള്ളാഹു ഇനിയും ഇനിയും നിനക്ക് തരുമല്ലോ. അതുകൊണ്ട് സഹോദരാ, പാവപ്പെട്ടവരെ അവഗണിക്കല്ലേ. കാശില്ലാത്തവനെ കല്യാണത്തിന് വിളിക്കൂല. ഹജ്ജിന് പോയാൽ പാവപ്പെട്ടവരോട് യാത്ര ചോദിക്കൂല. വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ നാട്ടിലുള്ള സാധുക്കളെ ക്ഷണിക്കൂല. കാശുള്ളവൻ മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നത് അപകടമാണ്. എത്രയോ പാവപ്പെട്ടവരുണ്ട്, എത്രയോ സാധുക്കളുണ്ട്. അവരെ സാധുക്കളാക്കിയതാരാ? ഞാനും നിങ്ങളുമല്ല. നമ്മൾ പണക്കാരായതെങ്ങനെയാ? നമ്മുടെ കഴിവ് കൊണ്ടല്ല. കരുണക്കടലാണ് പടച്ചതമ്പുരാ നമുക്ക് സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങൾ തുറന്നു തന്നത് കൊണ്ടാ. നിങ്ങൾക്കറിയോ, അല്ലാഹു പടച്ചതമ്പുരാൻ ഖാറൂൻ എന്ന് പറയുന്ന ദുനിയാവിൽ ഏറ്റവും അധികം പണം കൊടുത്തവനാ ഖാറൂൻ. ആ ഖാറൂന്റെ വീട്ടിലെ നായയുടെ കഴുത്തിൽ കെട്ടുന്ന ചങ്ങലയുടെ വില പോലും ഓച്ചിറയിലുള്ള ഏറ്റവും വലിയ സമ്പന്ന വർഗത്തിന് അല്ലാഹു തന്നിട്ടില്ല. ആ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യനോട് അല്ലാഹു പറഞ്ഞതെന്താ? വബ്തഗീ ഫീമാ അതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് തന്നതുകൊണ്ട് ആഖിറ ലോകത്തെ നീ ആഗ്രഹിക്കുക. അല്ലാഹു നിനക്ക് തന്നതുകൊണ്ട് ആഖിറ ലോകത്തെ നീ കൊതിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്ന വലാ തൻസാ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലുള്ള നിന്റെ ഓഹരിയെ നീ മറന്നു പോകണ്ട. എല്ലാം ആഖിറത്തിന് കൊടുക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയില്ല. സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ പോലും ധൂർത്തടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ മതം ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ. ധൂർത്തടിക്കാൻ പാടില്ല. സഅദ് റളിയല്ലാഹുവിന്റെ wudu എടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു, സഅദേ, വെള്ളം കുറച്ച് ഉപയോഗിക്കുക സഅദേ, ആവശ്യമില്ലാതെ വെള്ളം പാഴാക്കരുത്. സഅദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, wudu എടുക്കാൻ ധാരാളം വെള്ളമുണ്ടല്ലോ, പിന്നെ ഇച്ചിരി കൂടുതൽ പാഴിപ്പോയാൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒഴുകുന്ന നദിയുടെ അരികിലാണ് നീ ഉള്ളതെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം പോലും നീ പാഴാക്കരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒഴുകുന്ന നദിയുടെ മുമ്പിലാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ വെള്ളം ഒഴുക്കി കളയരുത്. ഇപ്പൊ wudu എടുക്കാൻ വേണ്ടി മാത്രമാണ് ഹൗദിൽ വെള്ളമുള്ളതെങ്കിൽ ഒരു മസലയാണ്. വുളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ചില പള്ളികളുടെ മുമ്പ് എഴുതി വെച്ചിരിക്കും, വുളുവിന് വേണ്ടി മാത്രം ഈ വെള്ളം ഉപയോഗിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് 4ാമത് കൈ കഴുകൽ ഹറാമാണ്. ഹറാമാണ്. ഫിഖ്ഹി മസ്അലയാണ്. വുളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൗദ്, ഇത് വുളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അങ്ങനെ എഴുതി വെച്ച സ്ഥലത്ത് പോയി കൈ കഴുകുമ്പോ 4ാമതൊരു പ്രാവശ്യം കൂടി കഴുകൽ ഹറാമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മുടെ നാടിന്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ.
ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചപ്പോ പ്ലാവില കൊണ്ടുവന്നിട്ട് കുടിക്കാൻ കൊടുത്തപ്പോ പള്ളിയുടെ പ്ലാവിന്റെ ഇലയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചെങ്കിൽ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? സൂക്ഷ്മതയാണ്. നമ്മുടെ ഹൗദിൽ ഉളു കൊടുക്കുന്ന രംഗം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ചെറുപ്പക്കാർ ഇന്നലെ ഒരു സ്ഥലത്ത്, ഇന്നലെ വടുതല, ആലപ്പുഴ ജില്ലയുടെ വടുതല, ഒരു പഴയകാലത്തൊരു സെയ്ദ് മുഹമ്മദ് മൗലാന എന്ന് പറയുന്ന ഒരു മഹാൻ, അള്ളാഹ് ഖബറ് വിശാലമാക്കട്ടെ, ആ മഹാൻ വെച്ചുകൊടുത്ത കുറെ പിന്നെ പള്ളികളുണ്ട്. ആ പള്ളികളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കാല് ഹൗദിൽ ഇട്ട് കഴുകരുത്. അങ്ങനെ ഒരു കറാമറപ്പ് കാണിച്ചുകൊണ്ടല്ലേ എഴുതി വെച്ചത്? അല്ലെങ്കിൽ എഴുതോ? ഒതുകൊടുക്കാൻ പോകുമ്പോ എളുപ്പമുണ്ട്, കാല് രണ്ടും എടുത്തിട്ട് സോണോ രണ്ട് കുലുക്കം കുലുക്കി എണീച്ചങ്ങ് പോയ റാഹത്ത. അതുകൊണ്ട് അവര് കമ്മിറ്റിക്കാർ എഴുതി വെച്ചു, കാല് ദയവ് ചെയ്ത് ഹൗദിൽ ഇട്ട് കഴുകരുത്. എന്തൊരവസ്ഥയാണ്! നമുക്ക് പഠിപ്പിച്ചതുണ്ടല്ലോ, അബൂദാബിയിൽ പോയപ്പോഴൊരു ജുമാ നിസ്കാരത്തിന് പള്ളി നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് മൊബൈൽ ഓഫാക്കുക എന്ന് മലയാളത്തിൽ പറയണം, അറബി മാത്രം അറിയുന്ന ആള്. ദയവ് ചെയ്ത് എല്ലാവരും മൊബൈൽ ഓഫാക്കുക. എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞെന്താണെന്നറിയോ? ഇവിടെ ആകെ മൊബൈൽ ഓണാക്കണത് മലയാളികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂപ്പര് അതിന്റെ മലയാളം മാത്രം കാണാതെ പിടിച്ചിട്ട് പറയാം. നമ്മൾ പിന്നെ എവിടെ പോയാലും പേരെടുക്കാൻ ഭയങ്കര സെറ്റപ്പാ. അല്ല വേണ്ടി വെച്ചാൽ അതിനൊരു വല്ലാത്ത കഴിവാ. ഗൾഫിൽ പോയാലും നമ്മൾ സുജൂദിരിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ എനിക്കുള്ള ആ ഒരു അവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹൗദിലെ വെള്ളം പോലും ദുരുപയോഗം ചെയ്യരുത്, പാഴാക്കി കളയരുതെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ അടികളാറ ഞാനും നിങ്ങളും. എന്റെ പ്രിയമുള്ള സഹോദരാ, അനാവശ്യമായി അർഹതപ്പെട്ടവർക്കാണെങ്കിൽ പോലും ഒരുപാട് പണം സ്വതക്ക ചെയ്യാനും പാടില്ല. സ്വതക്ക ചെയ്യുന്നതിൽ വരെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഭാര്യയ്ക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, എന്നിട്ട് നീ സ്വതക്ക ചെയ്താൽ മതി എന്ന് പറയുന്ന മതം. നമ്മൾ അങ്ങനല്ലല്ലോ, കിട്ടുന്നത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കും. ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കില്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിന് സ്വതക്ക ചെയ്യുക. അല്ലാഹു തന്നതുകൊണ്ട് ആഖിറത്തെ നീ മോഹിക്കുക. അല്ലാഹു തന്ന ദുനിയാവിന്റെ സുഖം നീ മറന്നു പോകണ്ട. നിനക്ക് ദുനിയാവിൽ നല്ല വീട് വെക്കണം, നല്ല വീട് തന്നെ വെക്കണം, നല്ല വീട് തന്നെ വെക്കണം. ഇന്ന് ചില ആൾക്കാർ, നാട്ടിലുള്ള ചില ആൾക്കാർ പറയും, ഉസ്താദുമാർക്ക് വലിയ വീട് വെച്ചുകൂടാ, ഉസ്താദുമാർക്ക് വലിയ വീട് വെച്ചുകൂടാ. എന്റെ വീട് പാലുകാച്ചിന്റെ എന്ന ഒരാള് തിരുവനന്തപുരത്ത് നിന്ന്, എന്റെ ജുമാ പ്രസംഗമൊക്കെ കേൾക്കണ ആളാ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വീട് പാലുകാച്ചിന് വന്നതോടുകൂടി പുള്ളിക്കാകെ ടെൻഷൻ. ഒരു ചെന്താ, ഉസ്താദിന്റെ വീട്ടിലെ ബാത്റൂമിൽ യൂറോപ്യനാണല്ലോ. യൂറോപ്യൻ ക്ലോസറ്റ് മുസ്ലിയാരിക്ക് വെച്ചുകൂടാത്ര. മുസ്ലിയാരി പാവപ്പെട്ടവനെ പോലെ കയ്യിൽ കൊടുത്ത് പണയൊക്കെ ഇരിക്കുമ്പോ സമാധാനമാവും. അള്ളാഹു നിനക്ക് തന്ന പണം ഉണ്ടല്ലോ, പൂത്തി വെച്ചിട്ട് ഈ കാലഘട്ടത്തിൽ പോലും വീട്ടിൽ ഭാര്യക്ക് അയൺ ചെയ്യാൻ ഒരു അയൺ ബോക്സ് വാങ്ങിച്ചു കൊടുക്കാത്ത പിശുക്കന്മാരുണ്ട്. ഇപ്പോഴും പള്ളി പോകാൻ സമയമായി ചിരട്ട കത്തിക്കൂ, ചിരട്ട കത്തിച്ച് ഒരിക്കലും നൂരാത്ത മുണ്ട് ഇങ്ങനെ താത്ത 150 രൂപ കൊടുത്താൽ കിട്ടും. ഭീമാപ്പള്ളി പോയി ഇസ്തിരി കിട്ടും. 150 രൂപ കൊടുത്താൽ മതി. ചിലപ്പോൾ 3 എണ്ണം കിട്ടും, 2 എണ്ണം ഫ്രീ കിട്ടും. പെരുന്നാളിന് പോയാൽ മതി. ചിലപ്പോൾ ഒരു CD കാസറ്റും കിട്ടും. അത് പിന്നെ എല്ലാത്തിന്റെ കൂടെയും ഫ്രീയാ. അങ്ങനെ കിട്ടുമ്പോ ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കും 50 രൂപയ്ക്ക് വാങ്ങിച്ചാലും ഗ്യാരണ്ടി ഉണ്ടോന്ന് ചോദിക്കണേ. അവര് പറയും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ ഇസ്തിരി ആയുസോട് കൂടി ഇരിക്കും. ഇല്ലെങ്കിൽ കൊണ്ടുവച്ച് ഒന്നാമത്തെ തേപ്പിൽ തന്നെ ഡബിൾ മുണ്ട് അകത്ത് കയറി അങ്ങ് പോകും. ചൂട് പിടിച്ച് ഇസ്തിരി തിന്നും. അത് ഭാഗ്യം പോലെയാണ്. അവിടുത്തെ സാധനം കുന്നംകുളത്തെ സാധനം ഭാഗ്യം പോലെയാണ്. ആ 2 സ്ഥലത്തെ സാധനം ഭാഗ്യ പരീക്ഷണം. എന്നാലും ഒന്ന് വാങ്ങിക്കൂടെ നമ്മുടെ കുടുംബത്തിന് കൊടുക്കുക. മോട്ടർ വെക്കാത്തവരില്ലേ, പണമില്ലാത്തത് കൊണ്ടല്ല, എന്റെ ഭാര്യയില്ലേ അവളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തുന്ന എത്രയോ പേരുണ്ട്. വേണ്ട, നല്ല ഒരു വീട്, നല്ല ഒരു വാഹനം, നല്ല ഒരു ഭാര്യ, മാന്യമായ രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളല്ല നിന്റെ വീട്ടിന് അനുവദനീയമാണ്. വലാത്തൻ നസീബക മിനദ് ദുനിയാ. അല്ലാഹു ദുനിയാവിൽ തന്നതിനെ നീ മറന്നു പോകണ്ട, ആസ്വദിച്ചു തന്നെ ജീവിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹു നിന്നോട് ഗുണം ചെയ്തതുപോലെ അല്ലാഹു നിനക്ക്
അനുഗ്രഹം ചെയ്തതുപോലെ നീ തിരിച്ചും ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ നമുക്ക് അല്ലാഹ് ചെയ്തു തന്നതുപോലെ നമ്മളും തിരിച്ചു ചെയ്യണം. അല്ലാഹു മൊത്തം സ്വത്ത് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സ്വതക്കം ചെയ്യണ്ട. മൊത്തം സ്വത്ത് നമുക്ക് തരാത്തത് കൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സ്വതക്കം ചെയ്യണ്ട. AMSന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 2-4-5 ബക്കറ്റ് സംഘടിപ്പിച്ച് വെക്കണം. ബക്കറ്റ് കളശം മക്കളെ കെട്ടിക്കാനല്ല, ഇതിന്റെ ചെലവിലാണ്. മക്കളെ കെട്ടിക്കാൻ ഞാൻ ചോദിക്കാം, അത് കൊടുത്തേ പറ്റും. കാരണം നമുക്കും മക്കളുണ്ട്. നമ്മുടെ പണം ഏത് രീതിയിലാണ് ചിലവഴിക്കേണ്ടി വരുന്നതെന്ന് അല്ലാഹു അലം. അല്ലാഹു സാമ്പത്തിക ഭദ്രത തരട്ടെ. ഇപ്പോഴല്ല ഞാൻ പറയും, ഇൻഷാ അല്ലാഹ് എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു തരട്ടെയോ, എനിക്ക് നടത്തി തരുമോ? ഒരാഗ്രഹം ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഭാര്യ പറയാൻ പോവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വല്ലാത്ത സന്തോഷമായി. കാരണം ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഭാര്യമാരാണെങ്കിലോ ചോദിക്കാത്ത സാധനമില്ല. എന്ത് സാധനം കണ്ടാലും വേണം. ഏത് പുതിയ മോഡൽ കസേര ഇറങ്ങിയാലും വേണം, ഏത് പുതിയ മോഡൽ ചുരിദാർ ഇറങ്ങിയാലും വേണം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആദ്യമായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവരോട് പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന ഞാനൊരു ആഗ്രഹം പറയട്ടെ, നടത്തി തരുമോ? സന്തോഷത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു, ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം. അവർക്ക് കൊതിയുണ്ടാവും ഭർത്താവിന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവർക്ക് കൊതിയുണ്ടാവും. കുഞ്ഞിന് പനി വരുമ്പോ സഹോദരി മാത്രം ഓട്ടോ വിളിച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുമ്പോൾ അവള് വിചാരിക്കും, എല്ലാരും ചോദിക്കും, ഹസ്ബൻഡ് വന്നില്ലേ? ഹസ്ബൻഡ് വേണം, ഹസ്ബൻഡ് വേണം, ഇങ്ങനെ പറയും. സങ്കടമാ പ്രിയപ്പെട്ടവരെ. ഒന്ന് പോണം, കഷ്ടപ്പാട് നമ്മൾ അറിയണം. കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്റെ കഷ്ടപ്പാട്. ഇപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? വീട്ടിൽ രാവിലെ 7 മണിയാകുമ്പോ വിളി തുടങ്ങും. മൂത്തോ പറഞ്ഞു, കരച്ചിലോട് കരച്ചില്ല. നഴ്സറി പോകാൻ എന്തൊരു മടിയാ. എന്റെ മോൻ തന്നെ ഒരു കാരണവശാലും കെട്ടിയിട്ടാലോ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞു ബഹളോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നീ ചൂടാവാതില്ല, നീ നാക്കൊണ്ട് ഇങ്ങനെ അലക്കലുണ്ടല്ലേ. ഓ അറിയാം, 2 ദിവസം വീട്ടിൽ നിന്ന് നോക്കുമ്പോ അറിയാം മക്കളെ ഗുണം. ഭാര്യ എന്നോട് പറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസം വീട്ടിൽ നിന്ന് മക്കളെ ഒന്ന് നഴ്സറി കൊണ്ടുപോകാനും ഒന്ന് കുളിപ്പിക്കാനും ഒന്ന് അടുത്ത് നിൽക്കാനും സമയം കാണുമ്പോഴാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെ നോക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ചെറിയ കാര്യമൊന്നുമില്ല. ഭാര്യമാർക്ക് ആഗ്രഹം ഉണ്ടാകും, വല്ലപ്പോഴും ഭർത്താവിന്റെ കൂടെ കടയിൽ പോയിരുന്നൊരു മസാല ദോശ കഴിക്കണം. കരുനാഗപ്പള്ളി പുട്ടുകടാന്ന് എല്ലാരും പറയണം. എത്രയോ ഭാര്യമാരെ ഓച്ചറയിന്ന് കൊണ്ടുപോയി. എനിക്കും കിട്ടി ഒരു പണത്ത. ഇതുവരെ അങ്ങനെ പറയിപ്പിക്കരുത്. കൊണ്ടുപോകണം, ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന്. കടപ്പുറത്താണെങ്കിലും കുഴപ്പമില്ല, നീ കൂടെ പോണം, കൂട്ടുകാരന്റെ കൂടെ വിടരുത്. ഹലോ, എനിക്ക് വരാൻ ടൈമില്ല, അതുകൊണ്ട് ഷാനവാസിനെ അങ്ങോട്ട് വിടാം, ബീച്ച് വരെ ഒന്ന് പോയിട്ട് എന്ന് പറയരുത്. അത് കൊലച്ചതിയാണ്. അത് ചെയ്യരുത്. ഭാര്യക്ക് സന്തോഷമായിരിക്കും, കൊള്ളാം, അവര് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാം. പക്ഷെ നീ അങ്ങനെ അവരെ കൊലയ്ക്ക് കൊടുക്കരുത്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോകണം. കടയിലൊക്കെ കൊണ്ടുപോയി ഇച്ചിരി മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കണം. ഭർത്താവിന്റെ മനസ്സങ്ങോട്ട് അറിയട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് സന്തോഷമാകുമെന്നറിയും. അതുകൊണ്ടാണ് ഈ മഴവിൽ മനോരമയും വെറുതെ എല്ലാ ഭാര്യയും പിന്നെ കുടുംബകഥയൊക്കെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാര് ചാനലിന്റെ മുമ്പിൽ നിന്ന് വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നല്ല ഒരു നട്ടലുള്ള ഭർത്താവാകാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടാ. ഭർത്താവ് എന്ന് പറയുന്നത് പെണ്ണിന്റെ വികാര പൂർത്തീകരണത്തിന് മാത്രമുള്ള യന്ത്രമല്ല പ്രിയപ്പെട്ടവരെ. മനസ്സും തമ്മിലുള്ള ഒരു വല്ലാത്ത സ്നേഹബന്ധമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു രംഗം ഞാൻ പറയട്ടെ. ഒരു ദിവസം അവൾ അറിയാതെ കഴുകാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ വെക്കാതെ നിങ്ങൾ എടുത്തുകൊണ്ടുപോയി ഭാര്യയുടെ സാരി, ഭാര്യയുടെ പർദ്ദ നിങ്ങളൊന്ന് കഴുകി നോക്കിയേ. ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണെങ്കിൽ ഉടനെ തന്നെ പെണ്ണുമുള്ള ഹുസൈൻ ബാദലിക്ക് വിളിക്കും. ഉസ്താദെ, ഭർത്താവിന് വാറ കൂടി ഓടി പറയണേ, എന്തെങ്കിലും ഒന്ന് ഊതി കൊടുക്കണേ, ആ കിണറ്റിന്റെ മൂട്ടി വന്ന് എന്റെ പർദ്ദ കഴുവാ. സ്വന്തം
ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം കൈ പോലും കഴുകാത്ത മനുഷ്യൻ. എന്ത് പറ്റിയെന്ന് അറിയില്ല ഉസ്താദേ എന്ന് പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദര, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, ഒരാഗ്രഹം എനിക്കൊണ്ട് നടത്തി തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ പെണ്ണേ നിന്റെ ആഗ്രഹം? പ്രിയപ്പെട്ടവൾ പറയുകയാണ്, എനിക്ക് അലുവ വേണം, അലുവ അലുവ വേണം. അന്നത്തെ അലുവ ഇന്നത്തെ അലുവ പോലെയല്ല. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു സാധനം. ഹലാവത്ത്, അലുവ എന്ന് പറഞ്ഞ അറബി വാക്കാ. ഹലാവത്ത് എന്നാണ് അതിന്റെ അറബി വാക്ക്, മധുരമുള്ളത് എന്നാണ്. അതിനെയാണ് ഹലാവത്താണ് പിന്നെ അലുവയായി മാറിയത്. ഖൈറുള്ള എന്നതാണ് പിന്നീട് കേരളമായി മാറിയത്. അറബി വാക്കിന് അങ്ങനെ പവറുണ്ട്. എന്റെ വീട്ടിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ വരുത്തുന്ന പവർ കാണിക്കുമ്പോ ഫാത്തിയുടെ അർത്ഥമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണത് നല്ലതാ കേട്ടോ. അറബിനോട് താല്പര്യം വേണം. ഗൾഫിൽ പോകുന്നവർ മാത്രം അറബി പഠിച്ചാൽ പോരാ. നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ അറബി പഠിക്കണം. നമ്മുടെ ഈ മഹലിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുദരിസിന് അല്ലാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. നല്ലൊരു പണ്ഡിതനാണെന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള യുവാക്കളൊക്കെ പറഞ്ഞു. അവരൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഉസ്താദിന്റെ അടുത്ത് പോയി വല്ലതും പഠിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തണം. അഹങ്കാരമൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആലിമീങ്ങളുടെ മുമ്പ് പോയി മനസ്സിന്റെ സംശയങ്ങൾ മാറ്റണം. കടയിലും കമ്പോളത്തിലും ഇരുന്ന് മൊയിലാരെ സൂചി വെച്ച് അളക്കാൻ നിൽക്കാതെ നേരിട്ട് പോയി ചോദിച്ച് വല്ലതും പഠിച്ച് മനസ്സിന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ നിവാരണം നടത്തിയിട്ട് ഇഖ്ലാസോടെ നിസ്കരിച്ച് ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം നേടുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അലുവ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങോളോ? എന്റെ ഒരു ആഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് എനിക്ക് വാങ്ങിത്തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണുനീരോടുകൂടി ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അതൊരു പറ്റിക്കലിന്റെ ഡയലോഗ് ആണുങ്ങൾ പഠിച്ചു വെച്ചിരിക്കണതാ. എനിക്ക് ആ പച്ച കളർ വറുത വാങ്ങിച്ചു തരോ, പച്ച കളർ സാരി. നിനക്ക് ദുനിയാവിലെ പച്ച കളർ വേണോ ആഖിറത്തിലെ പച്ച കളർ വേണോ? ഇത് ചോദിക്കുമ്പോ എനിക്ക് ആഖിറത്തിലെ മതി എന്ന് ഭാര്യ പറയും എന്നാണ് നിങ്ങൾ കുറിച്ചതെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ദുനിയാവിലെ അലുവ മതി എന്ന് പറഞ്ഞു. ദുനിയാവിലെ അലുവ മതി. ഉമ്മമാരുടെ ഉമ്മ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മാതാക്കളുടെ മാതാവ് ആരാണത്? ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. ഒരുപാട് ഗുണപാഠമുണ്ട് അവരുടെ ചരിത്രത്തിൽ, ഒരുപാട് ഗുണപാഠം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് പരലോകത്തെ അലുവ അല്ലാഹു തന്നോളും, എനിക്കിപ്പോ ദുനിയാവിലെ അലുവ വേണം, നിങ്ങൾ വാങ്ങിത്തരുമോ? കണ്ണുനീരോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല, അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടാത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. നമ്മളൊക്കെ എന്തുമാത്രം അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. എന്റെ ഓച്ചിറയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്ത് പറഞ്ഞാലും ഭർത്താവ് വാങ്ങിക്കൊണ്ട് തരുമല്ലോ, എന്താവശ്യപ്പെട്ടാലും നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ വീടിന്റെ അകത്ത് ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം പോലും എത്രയോ ദിവസങ്ങൾക്ക് ഫ്രൂട്ട്സ് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാ. അല്ലാഹു ആ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല പെണ്ണേ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള സാമ്പത്തികം എനിക്കില്ല. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മൽപ്പിടുത്തം നടത്താനും, നമ്മുടെ സഹോദരിമാരാണെങ്കിൽ പിന്നെ അപ്പുറത്ത് സൈനവാര ഭർത്താവിനെ കണ്ടുപിടിക്ക്. ഒരു കഷണം ലഡു ചോദിച്ചതിന് പകരം ഒരു ബേക്കറിയാണ് അവളെ പേരിൽ തുടങ്ങിയത് അയാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തന്റെ ഭാര്യ പറഞ്ഞു, ശരി അള്ളാഹു പരലോകത്ത് തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ച് മടങ്ങിപ്പോയി. ഏകദേശം 30 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ ഒരു പാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യ എടുത്ത് മുമ്പ് കൊണ്ടുവച്ച ഒരു പാത്രം, അതിൽ 4 കഷണം അലുവ കഷണം കഷണമായി മുറിച്ചു വെച്ചിരിക്കുക ഭാര്യ കൊണ്ടുവന്നു കൊടുത്തതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ ഇതെവിടുന്ന? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്,
എല്ലാ ദിവസവും നിങ്ങൾ ചിലവിന് വേണ്ടി കാശ് തരാറുണ്ടല്ലോ, എല്ലാ ദിവസവും എന്റെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണം തരാറുണ്ടല്ലോ. അങ്ങനെ തരുന്ന പണത്തിൽ നിന്ന് ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് ദിർഹമുകൾ ഞാൻ മാറ്റിവെച്ചിരുന്നു തങ്ങളെ. എല്ലാ ദിവസവും തന്നുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു തുക ചിലവ് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിവെച്ചിരുന്നു. എന്നിട്ടാ മാറ്റിവെച്ചതില്ലേ, ആ മാറ്റിവെച്ചത് അത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ അലിവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ കണ്ണുനീരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിലവിന് കൊടുത്തുകൊണ്ടിരുന്ന കാശ് കൂടുതലാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ കൂടുതൽ ചിലവിന് കൊടുക്കൂല റബ്ബേ. ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതലായത് കൊണ്ടല്ലേ അവൾ ആ കാശിന് തലിവ വാങ്ങിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ കൂടുതൽ ഞാൻ കൊടുക്കൂല, അവൾ എടുത്തു മാറ്റിയ കാശ് കുറച്ചിട്ടേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി ദൂർത്തടിച്ചുകൊണ്ട് ചിലവഴിച്ചാൽ അള്ളാന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും, അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു പോരെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉച്ച സമയത്ത് എന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അവിടെ പിരിവിന് വേണ്ടി വന്നു നിൽക്കുകയാ. പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. മോളും മരുമോനും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുകയാ. സ്വർണ്ണക്കടക്കാരന് കൊടുക്കാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് 75,000 രൂപ കടം വാങ്ങിയ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു കാശ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഉസ്താദേ, അതിനു വേണ്ടി വീടുകൾ തോറും പിരിവിന് വേണ്ടി ഇറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പിരിവിന് വന്നെങ്കിൽ 50 100 രൂപ എത്ര വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴാ 75,000 രൂപയാകുന്നത് സഹോദര. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുന്ന നിസ്കാരത്തഴമ്പുള്ള തലയിൽ കെട്ടുള്ള ആ പാവപ്പെട്ട മുസ്ലിം ഉപ്പ പറയുന്നു, ഉസ്താദ് എന്റെ പേടി എന്തെന്നറിയോ, കടക്കാരനായി ഞാൻ മരിച്ചു പോകുമോ എന്നാണ് എന്റെ പേടി. ഞാനിങ്ങനെ വയസ്സുകാലത്ത് യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണു പോയാൽ 75,000 രൂപ കൊടുക്കാനുള്ള കടക്കാരൻ വന്നിട്ട് എന്റെ മയ്യത്തിന് വില പറയുമോ, എന്റെ കബറടക്കം നടത്തണമെങ്കിൽ തരാറുള്ള കാശ് തരണമെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളോട് കടക്കാര് വന്ന് അവരോട് വാശി പിടിക്കുമ്പോ എന്റെ അരുമ മക്കൾ എവിടെ പോകും ഉസ്താദ്? അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കടം തീരാ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് കണ്ണുനീരോടെ പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അബൂദാബിയിൽ കോഴിക്കോട് ജില്ലയുടെ ബഷീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അവിടെ അപകടത്തിൽ മരണപ്പെടുമ്പോ 4 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. എങ്ങനാ തീർക്കുന്നത്? ഗൾഫുകാരൻ ഒന്നും ചിന്തിക്കാതെ പണം ചെലവഴിക്കുമ്പോ പെട്ടെന്നൊരു രോഗം വന്നാൽ മരുന്നിന് പോലും കാശ് തികയാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എംഎസിന്റെ പരിപാടിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ള നിയ്യത്തോട് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഞങ്ങളാരെയും കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാഹ്. കടം തീർന്നുകൊണ്ട് മരിക്കണമെന്ന നിയ്യത്തോടെ ഇന്ന് നമുക്ക് ബക്കറ്റിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു സ്വതക്ക. ഇതെന്തിനു വേണ്ടിയാ? പരിപാടിയുടെ ചിലവിലേക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഏറ്റവും അർഹതപ്പെട്ട പട്ടിണിപ്പാവങ്ങളായ ആരും സഹായിക്കാനില്ലാത്ത സാധുക്കൾക്ക് വേണ്ടിയിട്ട് സ്വർണം കൊടുക്കാനും പൈസ കൊടുക്കാനും കല്യാണത്തിന്റെ ഫുൾ ചെലവിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം അവരുടെ ബന്ധുക്കളെ വിളിച്ചു കൊണ്ടുവന്നു. ജൂൺ മാസത്തിൽ അൽഹംദുലില്ലാഹ് നടത്തുമ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വതക്ക ചോദിക്കും. നല്ല മനസ്സോടെ ആ സമയത്ത് നിങ്ങൾ തരണം. ഇപ്പോഴത്തെ നമ്മുടെ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് കടക്കാരായി മരിക്കരുത് എന്ന നിയ്യത്താണ്. കടം ഇപ്പൊ ഇല്ലാത്തവർക്കും കടം അല്ലാഹ് തരാൻ കഴിവുള്ളവനാ. അത് പടച്ചോൻ അതിന് കഴിവുള്ളവനാ. എപ്പോഴാണ് തരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് 3 സലാത്ത് ചൊല്ലി ബക്കറ്റിലേക്ക് സ്വതക്ക ഇട്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മടങ്ങി വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബന്ധമുള്ളവരാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഖരീബും മിനല്ലാഹ്. ജനങ്ങളോട് അടുത്തുപോയവര് മാത്രമല്ല, ജനങ്ങളോട് അടുത്തുപോയവർ അല്ലാഹുവിനോട് അടുക്കുന്നവരാണ്. വബഈദും മിനന്നാർ.
നാർ, അവർ നരകത്തിൽ നിന്ന് വിദൂരമാണ്. വഖരീബും മിനൽ ജന്ന, അവർ സ്വർഗ്ഗത്തോടടുത്തു പോയവരാണ്. അല്ലാഹു പറയുകയാണ് അൽ മാലു മാലി, പണം എന്റേതാണ്. ആർക്ക് അല്ലാഹു പണം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പണം എന്റേതാണ്. വൽ ഫുഖറാഉ യാലി, എന്റെ കുടുംബക്കാരും എന്റെ ബന്ധുക്കളും ആരെന്നറിയുമോ? ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ പറയുകയാണ് പണം ആരുടെ കയ്യിൽ അല്ലാഹു കൊടുത്താലും അൽ മാലു മാലി, ആ പണം എന്റെ സ്വത്താണ്. പക്ഷേ വൽ ഫുഖറാഉ യാലി, ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരൊക്കെ എന്റെ കുടുംബക്കാരാണ്. വൽ അഅ്നിയാഉ ഉമ്മാലി, ഈ നാട്ടിലുള്ള പണക്കാരെല്ലാം ഉമ്മാലി എന്റെ ജോലിക്കാരാണ്. അല്ലാഹു പറയാൻ, നിങ്ങളിൽ അല്ലാഹു കാശ് തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അല്ലാഹുവിന്റെ ജോലിക്കാരാ. എന്ത് ജോലിക്കാരാ? പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി വെക്കാൻ, യതീമക്കളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പണക്കാരെ കൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാൻ സാധുക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എന്റെ സേവകരാണവരെന്ന് കാരുണ്യവാനായ റബ്ബ് ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകന്റെ നാവിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സ്വത്ത് അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവിന്റെ കുടുംബക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർ. അവരെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. കാശുള്ളവരോ അല്ലാഹു പറയുന്നവരെന്റെ അവരെന്റെ ജോലിക്കാരാണ്, അവരെ കൊണ്ടാണ് ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കൽ പൊന്നാര നബി തങ്ങളുടെ അടുത്തേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു റൊട്ടിക്കഷണവുമായി കടന്നു വരികയാണ്. തന്റെ ഹബീബ് പട്ടിണിയിലാണെന്ന് മനസ്സിലാക്കിയ പ്രവാചകന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കണ്ണുനീരോടെ ഒരു റൊട്ടിക്കഷണം കൊണ്ട് പ്രവാചകന്റെ അരികിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, ഇതങ്ങേക്ക് തരാൻ വേണ്ടി ഫാത്തിമ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ കൈവശം അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. എന്നിട്ട് പ്രവാചകര് പറഞ്ഞു, അമായാ ബിന്തി, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ, ലഅവ്വലു ലുഖ്മത്തു അബീകി മിൻഹു സലാസുന്ദു സലാസത്തി അയ്യാ, 3 ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഹബീബായ നിന്റെ ഉപ്പയുടെ കയ്യിൽ കിട്ടിയ ഒന്നാമത്തെ ഭക്ഷണം ഈ റൊട്ടിക്കഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഉപ്പയാകുന്ന ഹബീബിന്റെ കയ്യിൽ കിട്ടിയ ഒന്നാമത്തെ ഭക്ഷണം ഈ റൊട്ടിക്കഷണമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ടോ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സഹാബികൾ ചെല്ലുകയാ. പ്രവാചകനെ കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബികൾ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു വസ്ത്രം കൊടുത്തു വിടുകയാണ്. സഹാബികൾ ആ വസ്ത്രം വാങ്ങി നോക്കുകയാണ്. തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന വസ്ത്രമാണ്, തുണികളെ കണ്ടം വെച്ച് തച്ചു വെച്ചിരിക്കുന്ന വസ്ത്രമാണ്. പ്രിയപ്പെട്ട സഹാബികൾ ചോദിച്ചു, ഉമ്മ ഇതാരുടെ വസ്ത്രമാണ് ഉമ്മ, ഇതെന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നു, തൂഫിയ റസൂലുള്ളാഹ് ബിഹാദൈനി സൗബൈൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സഹാബികളെ, നബി തങ്ങൾ വഫാത്താകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബികൾ ആ വസ്ത്രത്തെ വാരിപ്പടർന്നു പോരെങ്കിൽ ലോകത്തിന്റെ നാലുകൾ പാവപ്പെട്ടവർക്ക് പണം കൊടുക്കാൻ മനസ്സ് കാണിച്ച, ഉള്ളവരുടെ സ്വത്തിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ച ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്ന വഫാത്താകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം പല കഷണം തുണികൾ കൊണ്ട് തുന്നിച്ചേർത്തിരുന്നതാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, പാവ
പാവപ്പെട്ടവർക്ക് വേണ്ടി കട്ടപ്പെട്ടതിന്റെ പേരില്, സാധുക്കൾക്ക് വേണ്ടി കട്ടപ്പെട്ടതിന്റെ പേരില് അവസാനം ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാ അള്ളാന്റെ ഹബീബിനുണ്ടായിരുന്നില്ല. ഓർക്കുമ്പോ നിങ്ങൾ പ്രവാചകൻ ഒരിക്കലും മദീനയുടെ മുറ്റത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ കണ്ണീര് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അരികിലേക്ക് ചെല്ലുകയാ. അള്ളാന്റെ റസൂൽ എവിടെ എന്തിനാ കരയുന്നത്? ലോകത്തിന്റെ നായകൻ പറഞ്ഞു, ഉസ്മാൻ, ഞാനൊരു പാവപ്പെട്ട യതീമക്കളെ കണ്ടിട്ട് വരികയാ. 2 യതീമക്കളെ ഞാൻ കണ്ടിട്ട് വരികയാ. അവരെ കണ്ടിട്ട് അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തി. ഒറ്റക്ക് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സാധു സംരക്ഷണ സമിതികളില്ല, യുവജന സമിതികളില്ല, ലോകത്തിന്റെ നായകൻ മാത്രമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, ഞാൻ ആ യതീമക്കളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി, അവർക്കൊരു വല്ലാത്ത സങ്കടം. എന്റെ വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പന തോട്ടങ്ങളുണ്ട്. ആ ഈന്തപ്പന തോട്ടത്തിൽ പഴുത്തു നിൽക്കുന്ന കാരക്ക, പഴുത്തു നിൽക്കുന്ന ഈത്തപ്പഴം, അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് ഒന്നുപോലും അയാൾ വിള ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ തരാറില്ല, ഒന്നുപോലും തരാറില്ല. നമുക്ക് വാപ്പയില്ലാത്തവരാ നബിയെ, ഈ വീട്ടിന്റെ അകത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് റസൂലെ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു മരമെങ്കിലും അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് പറിച്ച് കഴിക്കാമായിരുന്നു. അള്ളാന്റെ റസൂല് പോയി ആ തോട്ടത്തിന്റെ മുതലാളിയാരെന്നറിയാൻ പോയി. ആരാ പോകുന്നത്? പാവപ്പെട്ടവന്റെ മനസ്സറിഞ്ഞ ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സാധുക്കളുടെ മനസ്സിന്റെ നൊമ്പരം സ്വന്തം നൊമ്പരമായി AMSന്റെ പ്രിയപ്പെട്ട മക്കൾ ഏറ്റെടുക്കുന്ന പോലെ ആര് കരഞ്ഞാലും കണ്ണീര് തുടച്ചുകൊണ്ട് മദീനയുടെ മുറ്റത്തിൽ നിന്ന് പറഞ്ഞു വിട്ട പരിശുദ്ധ കണ്ണുകൾ നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് നോക്കുമ്പോൾ അതൊരു മുനാഫിഖായ മനുഷ്യന്റെ വീടാണ്. ആ തോട്ടം മുനാഫിഖായ മനുഷ്യന്റെതാണ്, ആ വീട് മുനാഫിഖായ മനുഷ്യന്റെതാണ്. പൊന്നാര നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഈ തോട്ടം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. കാശ് തരാ, ഈ തോട്ടം നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. മുനാഫിഖായ മനുഷ്യന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ ഇത് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി. മുനാഫിഖായ മനുഷ്യൻ 10 തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത്. ഒരു തോട്ടത്തിന്റെ വിലക്ക്, ഒരു തോട്ടത്തിന്റെ ഈന്തപ്പനയ്ക്ക് പകരമായിട്ട് 10 ഈന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ എവിടുന്നാ കാശ്? പ്രിയമുള്ളവരെ, ആ തോട്ടം വാങ്ങിയെടുക്കാൻ ഹബീബ് കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നു. നബിതങ്ങൾ സങ്കടത്തോടെ മടങ്ങി വന്നു. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്ന, നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പാവപ്പെട്ട ഉസ്മാൻ അല്ലാഹു പണം തന്നിട്ടുണ്ടല്ലോ നബിയേ. സഹാബികൾ വെച്ച് അല്പസ്വല്പം സാമ്പത്തികമല്ല കൊടുത്തിട്ടുള്ള ആള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കരഞ്ഞുകൊണ്ട് പറഞ്ഞ റസൂലേ, എനിക്കല്ലാഹു പണം തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ കൽബിനെ വേദനിപ്പിച്ച, അങ്ങയുടെ കണ്ണ് പൊട്ടി ഒരു കണ്ണുനീരൊടുകാർ കാരണക്കാരായ ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ആ തോട്ടം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം നബിയേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവർക്ക് വേണ്ടി അത് ഏറ്റെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചകത്തിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ, നിനക്ക് ആഖിറത്തിൽ അല്ലാഹു പരമോന്നതമായ വിജയം തരാൻ വേണ്ടി കണ്ണുനീരോട് ഈ പ്രവാചകൻ നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു പോയെങ്കിൽ AMSന്റെ പരിപാടിക്ക് വന്ന് മുമ്പിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, 4 പെൺമക്കളെ കെട്ടിക്കുന്നതിന്, 5 പെൺമക്കളെ കെട്ടിക്കുന്നതിന് 50 ലക്ഷം രൂപയോളം ആവശ്യം വരുന്ന എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട്, ഈ നിറഞ്ഞ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, ഒരു മടിയും കൂടാതെ, ഒന്നാലോചിക്കാൻ പോലും
മനസ്സ് വെക്കാറ്. അള്ളാഹു തന്നതല്ലേ, അള്ളാഹു തന്ന സമ്പത്തല്ലേ, അള്ളാഹു ഒരുക്കി തന്നതല്ലേ, ആ പടച്ചവനത് തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി RCC മനസ്സിന്റെ അകത്ത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കല്ലറക്കെടുത്ത് പാകിസ്ഥാൻ മുക്കിൽ 16 വയസ്സ് മാത്രമുള്ള 60 ദിവസത്തിനകത്ത് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ ആ പാവപ്പെട്ട പൊന്നുപോലെ മനസ്സിന്റെ അകത്ത് കരുതിയിട്ട് അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് അത്തരമൊരു ദുരന്തം തരല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി 25,000 രൂപ 50 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും നോക്കാറ് ഒന്നും ചിന്തിക്കാറ് 25,000 രൂപ ജൂൺ മാസത്തിൽ പാവപ്പെട്ട മക്കളുടെ, ആരും സഹായിക്കാനില്ലാത്ത മക്കളുടെ, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ആഭരണം വാങ്ങിക്കൊടുക്കാൻ അല്ലാഹു എനിക്ക് തന്ന പണത്തിന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഒന്നും ചിന്തിക്കാറ്, കൂട്ടുകാരനോട് ചോദിക്കാറ്, മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ആദ്യമായിട്ട് എഴുന്നേൽക്കുന്ന ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ വാരി പുണർന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാൻ രണ്ട് യതീമക്കളുടെ കണ്ണീരപ്പോ ആ ഈന്തപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉസ്മാനെ, പരലോകത്ത് വിജയത്തിന് വേണ്ടി നിനക്ക് ഞാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ 11 സലാത്ത് ചൊല്ലി കൽബ് പൊട്ടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഈ സലസരിന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ